അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ ആദ്യം ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഫോൾഡറിൻ്റെ പേര് നമുക്ക് ഗൂഗിൾ ക്ലോൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഫോൾഡർ റെഡി. രണ്ടാമത്തെ പരിപാടി നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരണം. ഞാൻ ഇമേജിൻ്റെ ലിങ്ക്, നിങ്ങളെല്ലാവരും ഇമേജ് ഡൗൺലോഡ് ചെയ്താൽ ലിങ്ക് വേണോ ആർക്കെങ്കിലും? വേണമെങ്കിൽ ഞാൻ ചാറ്റിലും കൂടെ ഇട്ടാം. ചാറ്റ് ഇമേജസിൻ്റെ ലിങ്ക് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഡൗൺലോഡ് ചെയ്തോളൂ. മൈക്ക് ഓൺ ആക്കിയല്ലോ ഇല്ലേ? ആ മൈക്ക് ഓൺ ആണ്. ഇമേജസ് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരോട് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കപ്പോൾ ഗൂഗിൾ ക്ലോണിനകത്തോട്ടേ അല്ല, ഇത് സിപ്പ് ഫയലാണ് അല്ലേ? ഓക്കെ, എങ്കിൽ ഡെസ്ക്ടോപ്പിൽ കിടന്നു. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ ഇമേജസ് ആയിട്ടുണ്ട്. എക്സ്ട്രാക്ട് ചെയ്യുക. ഇതാ ഓക്കെ, ഇമേജസ് എന്നാൽ വലിച്ചെടുത്ത് നമ്മൾ ക്ലോൺ എന്ന ഫോൾഡറിനകത്തിരുന്നു. എന്നിട്ട് ഫോൾഡർ ഓപ്പൺ ആക്കാൻ വേണ്ടി VS കോഡിൽ ഫയല് ഓപ്പൺ ഫോൾഡർ ഡെസ്ക്ടോപ്പിനകത്ത് ഗൂഗിൾ ക്ലോൺ. ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാവരും എത്തിയല്ലോ അല്ലേ? ആ ഫോൾഡറിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജസ് എന്നൊരു ഫോൾഡർ, അതിനകത്ത് ഇമേജസ്. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്കപ്പോൾ പ്രൊസീഡ് ചെയ്യാം. ഇമേജസ് എന്ന ഫോൾഡറിൻ്റെ വെളിയിലാണ് ഇനി ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ വെളിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആയിക്കോളാം. അല്ല, ഇമേജസ് ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ന്യൂ ഫയൽ അതിനകത്തായി പോകും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലം ഹൈലൈറ്റ് ആവും. എന്നിട്ട് ന്യൂ ഫയലാണെങ്കിൽ ഒന്നെങ്കിൽ മുകളിലത്തെ ഗൂഗിളിൻ്റെ എഴുതിയേക്കുന്നതിൻ്റെ ഫസ്റ്റ് ഐക്കൺ, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ഉണ്ടാക്കാം. index.html പിന്നെ ഈ ഫോൾഡറിന് ക്ലോസ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്തായി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റൈലിന് വേണ്ടി style.css ഞാൻ ഫോണ്ട് ഒന്ന് വലുതാക്കട്ടെ. ഓക്കെ, ആദ്യത്തെ കുറച്ച് HTML വരാൻ വേണ്ടി എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ കോഡ് വരും. നമുക്ക് ആദ്യം ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഗൂഗിൾ ക്ലോൺ. ഓക്കെ, ലൈവ് സെർവർ ഓപ്പൺ ആക്കാം. താഴെ ഒന്നെങ്കിൽ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡെക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഏതെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ലൈവ് സെർവർ ഓപ്പൺ ആയി വരും. യെസ്, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഗൂഗിൾ ക്ലോൺ മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് നാവ് ബാർ സെറ്റ് ചെയ്യാം. നാവ് ബാർ എന്ന് പറയുന്നത് എല്ലാ പേജിൻ്റെയും മുകളിൽ ബ്രാൻഡിൻ്റെ ലോഗോയും കുറച്ച് എന്തായി സൈൻ അപ്പ് സൈൻ ഇൻ എന്ന് പറഞ്ഞ കുറച്ച് ബട്ടൺസും കാണും. നമുക്കിപ്പോൾ നമ്മുടെ നാവ് ബാർ എന്ന് പറയുന്നത് മുകളിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജിമെയിൽ ഇമേജസ് ഒരു 2 ലോഗോ. നമുക്കപ്പോൾ അത് നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഇപ്പോൾ കോഡിനകത്ത് കയറുന്നു. നമ്മളെപ്പോഴും കണ്ടെയ്നറൈസ് ചെയ്താണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡിവിനകത്ത് എല്ലാം കൂടെ കൊണ്ടുവരും. അപ്പം നമുക്ക് മൊത്തം ആ ഒരു പേജ് മൊത്തം ആദ്യം ഒരു ഡിവിനകത്ത് ഇടാം. മെയിൻ കണ്ടെയ്നർ പേര് ഇഷ്ടമുള്ളത് കൊടുക്കാവേ. മെയിൻ കണ്ടെയ്നർ, അതിനകത്ത് വേറൊരു ഡിവിനകത്ത് നാവ് ബാർ. div ഡോട്ട് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലാസ് ഫില്ലായി വരും. ഇതൊരു ഓക്കെ അല്ലേ? ഹലോ എടാ, ഓക്കെ അല്ലേ? ഹലോ, കേൾക്കാവോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ, ഞാൻ വിട്ടു പോകുന്നെങ്കിൽ. സ്പീഡ് ഓക്കെ അല്ലേ പറയുന്നതിൻ്റെ? ആ
ഇനി ലാബ് ബാർ ഇട്ടോ എന്ന് പറയുമോ എന്ത് ആ സംഭവം? ഓക്കെ, ഞാൻ മൊത്തം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു ഓക്കെ അല്ലേ, ബോഡി നമ്മൾ സെറ്റ് ആ ചെയ്തത്. ഓക്കെ. നമ്മളപ്പോൾ എല്ലാം ഒരു സെക്ഷൻ വൈസ് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും ആ പേജിൻ്റെ മുകളിൽ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ പേജ് ഫുൾ ഒരു ഡിവിനകത്തിട്ട് എനിക്ക് ആ പേജ് ഫുള്ളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡിവിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ഡിവ് വഴി സ്റ്റൈല് എന്തോ അങ്ങനെ പോകുന്നതായിരിക്കും ഒരു ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ ആ പേജ് മൊത്തത്തിന് വേണ്ടി ഒരു ഡിവ് തുടങ്ങി, ആ ഡിവിനൊരു ക്ലാസ് കൊടുത്തു. ക്ലാസ്സിൻ്റെ പേര് മെയിൻ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിനകത്തായിരിക്കും ബാക്കിയുള്ള ചെറിയ ബോക്സസ് എന്ന് പറയുന്നത് ആ പേജിൻ്റെ സെക്ഷൻ, ആ ഒരു നാവ് ബാർ, ലോഗോ, സെർച്ച് ബാർ, താഴെയുള്ള അതൊക്കെ ഇടാൻ പോകുന്നത്. സോ അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ഡിവ് തുറന്ന് അതിനകത്ത് ആദ്യത്തെ നമ്മുടെ മുകളിലത്തെ സെക്ഷനായ നാവ് ബാർ ഡിവ് ഡോട്ട് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എല്ലാം ടൈപ്പ് ചെയ്ത് വരുന്ന സെറ്റപ്പിൽ കിട്ടും. ഇതൊരു ഓക്കെ അല്ലേ? കണ്ടിന്യൂ കേട്ടോ. നമുക്കപ്പോൾ പേജ് ഒന്നുകൂടെ നോക്കിയാൽ നാവ് ബാറിനകത്ത് ഇവിടെ നോക്കിയാൽ ഇതൊരു പി ടാഗ്, ഇതേ ഒരു പി ടാഗ്, പിന്നെ 2 ഇമേജ് ടാഗ്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. ആദ്യത്തെ പി ടാഗിനകത്ത് ജിമെയിൽ. രണ്ടാമത്തെ പി ടാഗിനകത്ത് എന്താ? ഇമേജസ്. മൂന്നാമത്തത് ഒരു ഇമേജ് ആയിരുന്നു, കുറേ ഡോട്ട്സ് ഒക്കെ ഉള്ള. IMG അടിച്ചാൽ ആ ടാഗ് ഓപ്പണായി വരും. അതിനകത്ത് സോഴ്സിനകത്ത് നമുക്കപ്പോൾ ഈ ഇമേജസ് സോഴ്സിനകത്ത് നമുക്ക് ഡോട്ട്സിൻ്റെ ഇമേജ് വേണം കണക്ട് ചെയ്ത് കൊടുക്കാൻ. ആ ഇമേജസ് എന്ന ഫോൾഡറിനകത്ത് .-menu.png എന്നുള്ളതാണ് നമ്മുടെ ആ ഐക്കൺ എന്ന് പറയുന്നത്. സോ അതപ്പം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ Ctrl+Space അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ഫോൾഡേഴ്സോ ഫയൽസോ കാണിക്കും. നമ്മളപ്പോൾ ഇമേജസിനകത്താണ്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഫോൾഡറിനകത്ത് കയറിക്കോളും. അതിനകത്ത് ഡോട്ട്സ് മെനു സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇമേജസിനകത്തുള്ള ഡോട്ട്സ് മെനു. നമ്മളിത് ഡയറക്ടറി അകത്തോട്ട് കയറാനാണ് ഈ സ്ലാഷ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ അടുത്ത ഇമേജ് നമ്മുടെ പ്രൊഫൈൽ ഐക്കണാണ്. അതിന് IMG. അതിൻ്റെ സോഴ്സ് ഇതുപോലെ തന്നെ സോഴ്സിനകത്ത് കയറിയിട്ട് Ctrl+Space അടിച്ചു കഴിഞ്ഞാൽ സജഷൻ. ഇമേജസിനകത്ത് അക്കൗണ്ട് ഇമേജ് 1. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ഇത്രയും വന്നിട്ടുണ്ടോ നോക്കാം. ഇതേ വന്നിട്ടുണ്ട്. 2 പി ടാഗും 2 ഇമേജും. നമുക്കിനി അത് മൊത്തത്തിൽ തട്ടിക്കൂട്ടി സ്റ്റൈലാക്കണം. ഓക്കെ, ഇങ്ങനെ വയ്ക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? കാണാമല്ലോ മൊത്തം അല്ലേ? ഇതല്ലേ കുറച്ചുകൂടെ നല്ലത്. Alt+Z അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ പോയി നിൽക്കുന്നത് മൊത്തത്തിൽ അകത്ത് കയറി വരും. ഓക്കെ അല്ലേ? അതൊക്കെ നമ്മൾ വരുത്തും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ളത് വലിച്ചിട്ടെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്കപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളടാ. ക്ലിയർ ആയില്ലേ ഇതുവരെ? നമുക്കിനി ഇത് ഹൈറ്റ് വിഡ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സൈഡിലോട്ട് CSS വഴി ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം CSS ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്തില്ലെങ്കിൽ വർക്ക് ആവത്തില്ലല്ലോ. സോ അപ്പോൾ ലിങ്ക് പറയടാ, കേൾക്കാം. ഈ ഇമേജസിൻ്റെ അല്ലേ? അതപ്പോൾ IMG ടാഗ് ഓപ്പൺ ആക്കി. ഇതിപ്പോൾ ഇമേജസിൻ്റെ ലിങ്ക് അല്ല ഞാൻ പേസ്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിനകത്തുള്ളൊരു ഇമേജിൻ്റെ ലൊക്കേഷനാണ് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ലേ? അതിനപ്പോൾ നമ്മൾ IMGയുടെ സോഴ്സിനകത്ത് ആ 2 കോഡ്സിൻ്റെ ഇടയിൽ കഴ്സർ വെച്ചിട്ട് Ctrl+Space ഞെക്കിക്കഴിഞ്ഞാൽ ഇമേജസ് വരും. ഫോൾഡർ നെയിം, അതിനകത്ത് ഏത് ഇമേജാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അതുപോലെ 2 ഇമേജ് എടുത്തു. ഇനി നമുക്ക് CSS ലിങ്ക് ചെയ്യാം. CSS ലിങ്ക് ചെയ്യാൻ വേണ്ടി ലിങ്ക് CSS അടിക്കുമ്പോഴത്തേക്ക് ആ എമിറ്റ് എന്ന് പറയും. ഈ ഷോർട്ട് കട്ട് ഈ ഫില്ല് ചെയ്ത് തരും സാധനം. എമിറ്റ് പൊങ്ങിരും, എൻ്റർ അടിക്കാം. ഇതെല്ലാം ഓക്കെ അല്ലേ? ഹലോ, CSS തുടങ്ങട്ടാ. ഓക്കെ, CSS തുടങ്ങാം നമുക്കപ്പോൾ. CSSനകത്ത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിപ്പം എല്ലാം കോളത്തിലാണ് നിൽക്കുന്നത് അല്ല, ഓരോ റോ വീതം. ഇത് രണ്ടും പി ടാഗ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയതുകൊണ്ടാണ്
കൂടെ ആരെയും നിർത്താത്തത്. ഇതും പീറ്റ ആയതുകൊണ്ട് കൂടെ ആരെയും നിർത്തിയില്ല. ഇമേജ് രണ്ടെണ്ണം ഇൻലൈൻ എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് അടുത്തടുത്ത് നിന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒറ്റ റോയിലാക്കണം. ഈ 4 എണ്ണം കിടക്കുന്നത് നാവ് ബാർ എന്ന ക്ലാസ്സിനകത്താണ്, ഡിവിനകത്താണ്. സോ അപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്ത പോലെ അതിനെ റോയിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടാകുന്നത്, ഡിസ്പ്ലേ ഫ്ലെക്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റ റോയിലാവും. കാരണം ഫ്ലെക്സ് ബോക്സ്, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി കൊടുക്കുന്ന ഡിവിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്കൊന്നെങ്കിൽ റോയിൽ അറേഞ്ച് ചെയ്യുക, ഇതുപോലെ ഡിഫോൾട്ട് റോ ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് പറയേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കോളത്തിലാക്കാം. കോളത്തിലാക്കണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ കോളമാക്കി കൊടുത്താൽ മതി. ഡിഫോൾട്ട് റോ ആയതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ ഫ്ലെക്സിൻ്റെ കാര്യം? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഫ്ലെക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഫ്ലെക്സ് എന്ന ഡിസ്പ്ലേയുടെ CSS പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഡിവിനാണ്. ഡിവിൻ്റെ പേര് നാവ് ബാർ. ആ ഡിവിനകത്തുള്ള എലമെൻറ്റ്സിനെ നമുക്ക് ഒന്നെങ്കിൽ റോയിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോളത്തിൽ അറേഞ്ച് ചെയ്യാം. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്താൽ ഡിഫോൾട്ടായിട്ട് ആ ഡിവിനകത്തുള്ള എലമെൻറ്റ്സിനെ എല്ലാം, ഈ 4 എലമെൻറ്റ്സിനെയും റോയിൽ അറേഞ്ച് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ അല്ലേ? ആ ഓക്കെ. നമുക്കപ്പോൾ ഇനി എനിക്ക് എന്റെ ഇമേജസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇനി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓ, ഒരു മിനിറ്റ്. ഞാൻ പ്രസന്റ് ചെയ്ത് നോക്കാം. കാണാം, ഒരു മിനിറ്റ്. ഷെയർ ഓപ്ഷൻ എങ്ങനെ? ഏത്? താഴെ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട താഴെ ബ്ലൂ ബാറില് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഇപ്പൊ കാണാം, കുഴപ്പമില്ല, കാണാം. ഇതിനകത്ത് ഞാൻ കണ്ടു എന്റെ മോളില് ഡ്രൈവില് കിടപ്പുണ്ട് ഇമേജസ്. അതെടുക്കുമ്പോഴത്തേക്കും ഡൗൺലോഡ് ചെയ്തില്ലേ നീ? ഡൗൺലോഡ് ചെയ്തായിരുന്നു. അത് കാണിച്ചു ഡോട്ട്സ് നോക്കി ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടു. ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഉണ്ട് ഇതെല്ലാം, പക്ഷെ ആ ഡെസ്ക്ടോപ്പിൽ കാണുന്നില്ല. എടാ അത് ഡെസ്ക്ടോപ്പിലല്ല ഇടേണ്ടത്. നിന്റെ ഇൻഡെക്സ് ഒക്കെ ഉള്ള ഫയൽസ് ഇല്ലേ? അല്ല, അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ടാ പോരെ. മനസ്സിലായി? ഡ്രാഗ് ചെയ്ത് എവിടെ ഇട്ടാൽ? VS കോഡിനകത്തോട്ട്. ഇല്ലടാ, അത് പറ്റൂല. അപ്പൊ എവിടെ സേവ് ചെയ്യേണ്ടത്? ഇൻഡെക്സും സ്റ്റൈലും ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്തിട്ടില്ലേ ഇപ്പൊ? അതെവിടെ കിടക്കുന്ന ഇൻഡെക്സും സ്റ്റൈലും? ഇതാണ് ഉദ്ദേശിച്ചത്, ഗൂഗിൾ ക്ലോൺ. അത് ഓപ്പൺ ആക്കിയേ. ഇതിനകത്തല്ലേ ഇൻഡെക്സും സ്റ്റൈലും ഉള്ളത്? അതിനകത്ത് ആ ഇമേജസ് എന്ന ഫോൾഡർ കൊണ്ട് ഇട്ടാ മതി. ഡൗൺലോഡ് ചെയ്ത് താഴെ കിടപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഡെക്സിന്റെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വർക്കിംഗ് ഡയറക്ടറിയുടെ വെളിയിൽ ഇറങ്ങാൻ പറ്റൂല. നീ ഇപ്പോൾ ഒരു ഫോൾഡർ വലിച്ചോണ്ടിട്ടില്ലേ, ആ ഫോൾഡറിന്റെ വെളിയിലുള്ള ഒരു ഫയലിനെയും VS കോഡിന് ആക്സസ് ചെയ്യാൻ പറ്റൂല. അത് സിപ്പ് അല്ല, അത് ഡേറ്റുവിനകത്താണ് കിടക്കുന്നത്. എടാ സിപ്പ് ഫയലാണ്, അത് അൺസിപ്പ് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്തിട്ടല്ലേ വർക്ക് ആവുള്ളേ. അപ്പൊ അതും കൂടെ ചെയ്താൽ വർക്ക് ആവേണ്ടതാണ്. പറയടാ. നീ ഇന്നലെ മറ്റേ നീ ലൈക് നമ്മള് ലിങ്ക് വെച്ച് നമ്മള് ഇമേജസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഗൂഗിളിന്റെ എന്തോ ഇഷ്യൂ ആണ്. ഗൂഗിളിന്റെ അവരെന്തോ ഇമേജസ് എടുക്കാൻ സമ്മതിക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ വേറൊരു എന്റെ ഫ്രണ്ടിന്റെ ഒരു അവന്റെ സ്വന്തം സൈറ്റിൽ നിന്ന് അന്ന് എനിക്കൊരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തപ്പോ വർക്കായി. എന്തോ കോപ്പിറൈറ്റ് എന്തോ അവര് എംബഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ നോക്കാം, നമുക്കത് അവസാനം ഒന്നുകൂടെ ചെയ്ത് നോക്കാടാ. ജിഷ്ണുവിന്റെ അതിപ്പോ നീ ഒന്ന് ചെയ്ത് നോക്കേ, വർക്കായില്ലെങ്കിൽ പറയാം, നമുക്കത് ഒന്നുകൂടെ നോക്കാം. ഇമേജസ് ഞാനപ്പോ ഒന്നുകൂടെ ഇമേജസിന്റെ കാര്യം പറഞ്ഞു പോവാൻ പെട്ടെന്നൊന്ന്. സ്ക്രീൻ കാണാനല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ഈ ഗൂഗിൾ ക്ലോൺ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. ആ ഫോൾഡറിനകത്ത് തുറക്കുമ്പോൾ തന്നെ ഇൻഡെക്സും HTML സ്റ്റൈലും കാണാം. അതിന്റെ കൂടെ തന്നെ ഇമേജസ് ഇടണം. ഒന്നെങ്കിൽ നിനക്കൊരു ഫോൾഡർ ഉണ്ടാക്കിയിടാം, വേണ്ട. ആ ഫോൾഡർ ഓൾറെഡി VS കോഡിൽ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ആഡ് ചെയ്യണ ഫയൽസ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ.
ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായില്ലേ? പിന്നെ പുതിയതായിട്ട് എടുത്തോണ്ട് ഞാനിപ്പോ VS കോഡിൽ ഈ ഫോൾഡർ ഓപ്പൺ ആണ് ഇപ്പൊ തന്നെ. ഞാനിപ്പോ തൽക്കാലം ഇവിടെ വന്നടാ വന്നു. ഇനി കൺട്രോൾ സ്പേസ് ബാർ അടിച്ചാൽ വരും അല്ലേ? സോഴ്സിനകത്ത് കയറിയിട്ട് കൺട്രോൾ സ്പേസ് ബാർ അടിക്കുമ്പോഴത്തേക്ക് ഇമേജസ് സജഷൻ വരും. അതിനകത്ത് ഇമേജ് സെലക്ട് ചെയ്താൽ മതി. ഡോട്ട്സ് മെനു അല്ലേ ആദ്യം പറഞ്ഞേക്കുന്നത്? ഡോട്ട്സ് മെനു. രണ്ടാമത് അക്കൗണ്ട് ഇമേജ് 1. നമുക്കപ്പോ ബാക്കി അത് ആദ്യം നമ്മൾ എടുത്തിടുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാവേ. ആദ്യം നമ്മൾ കൊണ്ടിടുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ആ പി ടാഗ് രണ്ടും ഒരു ഫുൾ റോ എടുക്കും. ഇമേജ് ടാഗ് അടുപ്പിച്ച് നിൽക്കും. കാരണം അത് രണ്ടും ഇൻലൈൻ എലമെൻ്റ് ആണ്. നമുക്കപ്പോൾ അതിനെല്ലാത്തിനെയും ഒറ്റ ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടി അത് ഏത് ഡിവിനകത്താണോ ഉള്ളത് ആ ഡിവിന് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുത്താൽ മതി. ഫ്ലെക്സ് ബോക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലെക്സ് ബോക്സ് എന്ന് കൊടുത്തേക്കുന്ന ഡിവ് ഏതാണോ അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 2 പി ടാഗ് 2 ഇമേജ് ടാഗും അത് ഇൻലൈൻ ആയിക്കോട്ടെ ബ്ലോക്ക് ആയിക്കോട്ടെ അത് ഓവർ റൈഡ് ചെയ്ത് എല്ലാത്തിനെയും അടുപ്പിച്ച് നിർത്തും. മനസ്സിലായില്ലേ? നമുക്കിനി അപ്പോൾ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കണം. അതിന് ഇമേജസിന് ഒരു ക്ലാസ് കൊടുക്കണം. ക്ലാസ് ഈസ് ഈക്വൽ ടു മെനു ഇമേജ്. അടുത്തതിന് ക്ലാസ് ഈസ് ഈക്വൽ ടു അക്കൗണ്ട് ഇമേജ്. ഓക്കെ, ആദ്യത്തെ ഞാൻ മെനു IMG എന്നൊരു ക്ലാസ് നെയിം കൊടുത്തു. രണ്ടാമത്തേന് അക്കൗണ്ട് ഇമേജ് എന്ന് കൊടുത്തു. നമുക്കപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. സോ ഇപ്പോൾ മെനു ഇമേജ് അതിൻ്റെ സൈസ് എത്ര കൊടുക്കാം? സൈസ് നമ്മളപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പിക്സൽ ഉപയോഗിക്കണ്ട. വ്യൂ പോർട്ട് ഹൈറ്റും വ്യൂ പോർട്ട് വിഡ്ത്തും എന്ന് പറഞ്ഞില്ലേ, അത് ഉപയോഗിക്കാം. കാരണം അതായിരിക്കും കുറച്ചും കൂടെ റെസ്പോൺസീവ്. നിങ്ങളത് ഉപയോഗിച്ചോ, സീനില്ല. അപ്പോൾ നമുക്ക് മെനുവിൻ്റെത് ഒരു 3 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കാം. ഓ മൈ ഗോഡ്, അത്രയും വേണ്ട. ഇതെന്ത് പറ്റി? ഒരു മിനിറ്റ് എടാ, നമുക്ക് ക്ലാസ് നെയിമിൽ ജസ്റ്റ് നമുക്ക് ഈവൻ നമ്പേഴ്സ് പോലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അത് പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഒരു മിനിറ്റ് ഇടാ നോക്കാം. ഇത് ജിഷ്ണു, ഇത് ക്ലിയർ അല്ലേ? ആണോ? നമുക്കപ്പോൾ പറ്റും. നമ്പർ കൊടുക്കാമെന്നാണ്. വേണമെങ്കിൽ എനിക്ക് അക്കൗണ്ട് ഇമേജ് 1 എന്ന് തന്നെ ഇവിടെ കൊടുക്കാം. അതിൻ്റെ സ്റ്റൈൽ ഇതാ ഡോട്ട് അക്കൗണ്ട് ഇമേജ് 1. അത് സീനില്ലെന്നാണ് തോന്നുന്നേടാ. നമുക്കപ്പോൾ അതിൻ്റെ വിത്ത് വർക്കാവും. വർക്കാവേണ്ടതാണ്. അതൊന്നും സീനില്ല. സ്പേസ് ഇടരുത്. സ്പേസ് ഇട്ട് പോയാൽ 2 ക്ലാസ് നെയിം ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. വിത്ത് അപ്പോൾ 2.5 VW. ഓ മൈ ഗോഡ്, അത് കൊടുത്തപ്പോൾ ഇത് ഇങ്ങനെ വന്നു. അപ്പം ഹൈറ്റ് കൊടുത്തു നോക്കട്ടെ. ഒരു ഹൈറ്റ് കൊടുത്താൽ മതി, വിട്ട് കൊടുക്കണ്ട. അതെന്തോ ഗ്ലിച്ചാണ് സാറിന്, അങ്ങനെ വരാത്തതാണ്. നമുക്കിപ്പോൾ ഒരു ഹൈറ്റ് ഒരു 3.5 VH കൊടുക്കാം. VH എന്ന് പറയുമ്പോൾ വ്യൂ പോർട്ട് ഹൈറ്റ് ആണ്. 100 വ്യൂ പോർട്ട് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് സ്പേസ് ഫുള്ള്, മനസ്സിലായില്ലേ? അതിൽ 3 ഭാഗം, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇമേജ് അത്രയും, അക്കൗണ്ട് ഇമേജ് 1 അത്രയും മതി. അടുത്തത് മെനു ഇമേജ് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിനൊരു ഹൈറ്റ് ഒരു 2.75 VH. ഓക്കെ, സെറ്റ്. പക്ഷേ ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, ഇത് ഇത്തിരി താന്നും അത് ഇത്തിരി മുകളിലുമാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ ഒരു ലൈനിൽ വരാൻ വേണ്ടി അലൈൻ ഐറ്റംസ് ആ 4 എണ്ണത്തിനാണ് നമ്മളിത് കോമൺ പ്രോപ്പർട്ടിയാണ്. സോ അപ്പോൾ ആ 4 എണ്ണമുള്ള ഡിവിന് വേണം ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ നാവ് ബാറിനകത്ത് വന്നത്. അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഇപ്പോൾ ഒറ്റ ലൈനിലായില്ലേ? ഓക്കെ അല്ലേ ഇതുവരെ? ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനത്തിന് 4 എണ്ണത്തിനും അലൈൻ ഐറ്റം സെന്റർ. ആ നാവ് ബാറിനകത്തുള്ള 4 ഐറ്റത്തിനല്ലേ എനിക്ക് സെന്റർ അലൈൻ ചെയ്യണ്ടേ? അടുത്തത് ആ 4 ഐറ്റത്തിനെയും ഈ നാവ് ബാറിനകത്തുള്ള 4 ഐറ്റത്തിനും എനിക്ക് അതിൻ്റെ കൊണ്ടുപോകണം. അതിനപ്പോ ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ് പോയില്ലേ? എൻഡ്. സ്റ്റാർട്ട് ഇവിടെ, എൻഡ് അവിടെ. ഓക്കെ അല്ലേ?
ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ളത് അതിനകത്തുള്ള 4 എണ്ണത്തിനും മാർജിൻ കൊടുക്കണം. ഇപ്പം അടുത്തല്ലേ നിൽക്കുന്നത്. അതിനപ്പോൾ ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പം എനിക്ക് 4 ക്ലാസ്സിനും കൊടുക്കണം. ഈ നാവ് ബാറിനകത്തിട്ടിട്ട് കാര്യമില്ല. മാർജിൻ നാവ് ബാറിനകത്തിട്ട് ഇതിൻ്റെ ചുറ്റിൽ നിന്നുമേ മാർജിൻ എടുക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെയല്ല, ഓരോ എലമെൻറ്റ് ഈ ജിമെയിലിൽ മാർജിൻ പോകണം, ഈ ഇമേജസിന് പോകണം, ഡോട്ട്സിന് പോകണം, അക്കൗണ്ട് ഐക്കണിന് പോകണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് നാവ് ബാറിന് കൊടുത്തിട്ട് കാര്യമില്ല, 4ൻ്റെയും ക്ലാസ് നെയിം എടുത്ത് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ പി ടാഗിന് കോമൺ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് അതിന് രണ്ടിനും ഒരേ ക്ലാസ് നെയിം കൊടുക്കാം. ടെക്സ്റ്റ് എന്നോ നാവ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. നാവ് എന്ന് ഉദ്ദേശിച്ചത് നാവ് ബാറാണ്. നാവ് ടെക്സ്റ്റ്, അതിന് രണ്ടിനും ഒരേ ക്ലാസ് നെയിം. മെനു ഇമേജ്. ഈ 4 എലമെൻസിന് നമുക്കൊരു മാർജിൻ കൊടുക്കണം. അതിനപ്പോൾ നമുക്കിങ്ങനെ 4ആയിട്ട് എടുത്ത് പറയേണ്ട, നമുക്ക് കോമ ഇട്ട് തന്നെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നാവ് ടെക്സ്റ്റ് കോമ ഡോട്ട് മെനു ഇമേജ് കോമ ഡോട്ട് അക്കൗണ്ട് ഇമേജ്. മനസ്സിലായ? ഓക്കെ അല്ലേ? നാവ് ഡോട്ട് അല്ല, ഹൈഫൺ ആണ്, മൈനസ് സിമ്പൽ. ഓക്കെ. പി ടാഗിന് രണ്ടിനും ഒരേ സൈസും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ നാവ് ടെക്സ്റ്റ് എന്ന ക്ലാസ് കൊടുത്തു. ബാക്കിയുള്ള രണ്ടും ഡിഫറെൻ്റ്, ശകലം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ പേര് കൊടുത്തു. ഇതിനകത്തപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് കുറേ ലൈൻ വരും. അതിൻ്റെ നല്ല നമുക്ക് കോമ ഇട്ട് തന്നെ പറയാൻ പറ്റും, കോമൺ പ്രോപ്പർട്ടി ആണെങ്കിൽ. അതുകൊണ്ട് ഡോട്ട് നാവ് ടെക്സ്റ്റ് 2 പി ടാഗ് കോമ ഡോട്ട് മെനു ഇമേജ് കോമ ഡോട്ട് അക്കൗണ്ട് ഇമേജ്. ഓക്കെ അല്ലേ? ഓക്കെ, അലൈൻമെന്റ് അപ്പം നമ്മൾ പറഞ്ഞുതരാം. ഇതിപ്പോ ഈ 2 എണ്ണം താഴെ ഇറങ്ങി നിൽക്കുന്നു, 2 എണ്ണം മാളിൽ കയറി നിൽക്കുന്നു അല്ലേ? എനിക്കപ്പോൾ ആ നാവ് ബാർ എന്ന ഡിവിനകത്തുള്ള എലമെന്റ്സിനെ എനിക്ക് സെൻറ്റർ അലൈൻ ചെയ്യണം, ഒരേ ലൈനിൽ നിൽക്കണം. സോ അപ്പോൾ ഞാൻ ഈ ഡിവിനകത്തുള്ള എലമെൻസിനെയാണ് 4 വേണം എനിക്ക് അലൈൻ ചെയ്ത് നിൽക്കാൻ. സോ അപ്പോൾ ഞാൻ ആ ഡിവിനകത്തുള്ള എലമെൻറ്റ്സ് സെൻറ്റർ അലൈൻ ചെയ്യാൻ വേണ്ടി ആ ഡിവ് ഏതാണോ നാവ് ബാർ ആണ് ആ ഡിവിൻ്റെ ക്ലാസ് നെയിം, അതിന് അലൈൻ ഐറ്റംസ് സെൻറ്റർ ഒറ്റ ലൈനിൽ ഒന്നില്ലേ? ആ ഡിവ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ആ ഡിവിനകത്തുള്ള എലമെൻസിനെ സെൻറ്റർ അലൈൻ ചെയ്യും. എന്നുവെച്ചാൽ എന്താ പറയുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് അലൈൻ സെന്റർ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ആയിട്ട്? അല്ല, അലൈൻ സെന്റർ അല്ല, വേറെയും കാണും. എന്തുണ്ട്? അലൈൻ ബേസ് ലൈൻ കൊടുത്താൽ എല്ലാം ഇത്തിരി കൂടെ താഴെ ഇറങ്ങി നിൽക്കും. കണ്ടോ, ഒറ്റ ലൈനിൽ കണ്ടോ? സെന്റർ അല്ല, പക്ഷെ എല്ലാം ഒരു ലൈനിൽ തട്ടി നിൽക്കുന്ന പോലെയല്ലേ നിൽക്കുന്നത്. നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ സെന്റർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അല്ലേ? സെയിം ലൈനിൽ ഉള്ളത് പോലെ. സെന്ററിൽ എല്ലാം നടുക്ക് നിൽക്കുന്ന പോലെ എല്ലാം സെന്റർ അല്ലേ ഉണ്ടായിരിക്കും. കണ്ടില്ലേ, ഈ ഇമേജിന്റെ സെന്ററിലല്ലേ ഇമേജസും ജിമെയിലും നിൽക്കുന്നത്. അതാണ് അപ്പൊ സെന്ററില്. അപ്പൊ അതേസമയം ഞാൻ ബേസ് ലൈൻ കൊടുത്താൽ എല്ലാം ആ ഡിവിന്റെ താഴത്തെ ബോർഡറിൽ തട്ടി നിൽക്കും. മനസ്സിലായില്ലേ? ഓക്കെ, സെന്റർ കൊടുത്തപ്പോൾ അത് സെന്ററായി. ഇനിയപ്പോൾ ഈ സാധനത്തിന് ഈ എൻഡി കൊണ്ടുപോകണം. അതിനപ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ്, അതിനകത്തുള്ള കണ്ടന്റിനെ ജസ്റ്റിഫൈ ചെയ്ത് എൻഡി കൊടുക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ നീ ഈ നാവ് ടെക്സ്റ്റ് കോമ ഡോട്ട് മെനു img കൊടുത്തില്ലേ, അവിടെ കർലി ബ്രാക്കറ്റ്സ് കൊടുത്ത എന്തിനാണ്? ഈ 3നും കൂടെ എനിക്കൊരു കോമൺ പ്രോപ്പർട്ടി ഇപ്പൊ പറയണം. അതപ്പോ ഞാൻ 3നും 3 ക്ലാസ് നെയിം ഇട്ട് പിന്നെ പറയുന്നത് ബോറല്ലേ, കുറെ സ്പേസ് എടുക്കൂലേ? അതിനപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഡോട്ട് നാവ് ബാർ കോമ ഡോട്ട് മെനു ഇമേജ്. എല്ലാത്തിനും മാർജിൻ കൊടുക്കാൻ പോവല്ലേ? കേക്കാം, പറഞ്ഞു. അതെ, നാവ് ബാറിന് കൊടുക്കാൻ പറ്റൂല. ഇവിടെ ഇട്ടുകൂടെന്നല്ലേ നീ ഉദ്ദേശിച്ചേ? ഇവിടെ ഇട്ട നാവ് ബാറിന് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിനൊരു ബോർഡർ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തെന്ന് വിചാരിച്ചോ, എങ്കിലേ കാണാൻ പറ്റൂ ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാനിപ്പോൾ ഈ നാവ് ബാറിന് ബോർഡർ കൊടുത്താൽ അതിനകത്തുള്ള എലമെൻറ്റ്സിന് മാർജിൻ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇവിടെ മാർജിൻ ഒരു 220 പിക്സൽ കൊടുത്താൽ അതിനകത്തുള്ള എലമെൻറ്റ് വെളിയിൽ നിന്നാണ് മാർജിൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഞാൻ ആ എലമെൻസിന് തന്നെ പറയണം. കാരണം ഞാൻ ആ എലമെൻറ്റ് എടുത്ത് പറഞ്ഞാൽ ആ എലമെൻസിൽ അതുങ്ങൾ ഇടയ്ക്ക് മാർജിൻ വിടത്തുള്ളൂ.
സോ അപ്പോൾ ഞാനിവിടെ മാർജിൻ ഒരു 10 പിക്സൽ കൊടുത്താൽ എന്ത് പറ്റും? കണ്ടില്ലേ ഇപ്പം മാറിയത് കണ്ടോ? അതിന് ആ 4 എലമെൻറ്റും ചുറ്റും മാർജിൻ 10 പിക്സൽ എടുക്കും. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ നാവ് ബാർ കഴിഞ്ഞിരിക്കുകയാണ്. നാവ് ബാർ സക്സസ്. ഇത്തിരി വലുതാണ്, വേണമെങ്കിൽ അത് ചെറുതാക്കാം നമുക്ക്. അതിൻ്റെ അപ്പോൾ പി ടാഗിന് നമുക്കൊന്ന് സൈസ് കുറച്ച് കൊടുക്കാം. നാവ് ടെക്സ്റ്റ് ഒരു ക്ലാസ് നെയിം ഒരിക്കലേ എഴുതാവുള്ളൊന്നുമില്ല, എത്ര തവണ വേണോ എഴുതാം. ഓരോ പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ എനിക്ക് ഓരോ ക്ലാസ് നെയിം വെച്ച് ഓരോ തവണ എനിക്ക് എടുത്ത് പറയാം. അത് സീനൊന്നുമില്ലേ. അപ്പോൾ നമുക്ക് നാവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജിമെയിലും ഇമേജും ആണ്. അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറയ്ക്കാം. ഫോണ്ട് സൈസ് ഓക്കെ. ഫോണ്ട് സൈസ് 10.75 റൺ. ഞാനിവിടെ പിക്സൽ അല്ല കൊടുത്തത്, റെം എന്ന് പറഞ്ഞൊരു പുതിയൊരു യൂണിറ്റാണ് കൊടുത്തത്. ശ്രദ്ധിച്ചാ? പിക്സലും റെമ്മുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞുതരാം. പിക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഫിക്സഡ് ആണ്. ഏത് സ്ക്രീനിൽ പോയാലും 10 പിക്സൽ തന്നെയാണ്. അതേസമയം റെം എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ ആസ്ട്രിക്റ്റ് വിളിക്കുന്നത് HTML മൊത്തത്തിലുള്ള എന്താ പറയുന്നത് റൂട്ട് HTML ആണ്. എന്ന് വെച്ചാൽ ഈ ആസ്ട്രിക്റ്റ് എന്ന ക്ലാസ് നെയിം ഉള്ളത് ഈ HTML ടാഗിനാണെന്ന് കൺസിഡർ ചെയ്തോ. HTML ടാഗിൻ്റെ ക്ലാസ് നെയിമാണ് ആസ്ട്രിക്റ്റ് എന്ന് കൺസിഡർ ചെയ്തത്. ഞാൻ ആ ടാഗിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടിയാൽ, ടാഗിൻ്റെ ഫോണ്ട് സൈസാണ് കൂട്ടുന്നത്, HTML ടാഗിൻ്റെ ഫോണ്ട് സൈസാണ് കൂട്ടുന്നത്, നാവ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് അല്ല. അതിൻ്റെ ഫോണ്ട് സൈസ് 0.85 ആണ്. ഞാനിപ്പോൾ HTML ടാഗിൻ്റെ ഫോണ്ട് സൈസ് ഒരു 100 പിക്സലാക്കിയാൽ, 100 കണ്ടുകൂടാ, ഒരു മിനിറ്റ്, 100 പിക്സലാക്കിയാൽ ഈ പി ടാഗിൻ്റെ ഫോണ്ട് സൈസ് കൂടിയോ? ഞാൻ അതിൻ്റെതാണോ കൂട്ടിയത്? അല്ല ഞാൻ അതിൻ്റെതല്ല കൂട്ടിയത്, പക്ഷേ കൂടുകയും ചെയ്തു. കാരണം റെം എന്ന് പറയുന്നത് റൂട്ട് HTMLന്റെ ഫോണ്ട് സൈസിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഡിഫോൾട്ട് ആയിട്ട് പറയുന്നത് 1 rem is equal to 16 പിക്സൽ എന്നാണ്. 1 rem 16 പിക്സൽ. അല്ല, അപ്പൊ നീ ഫോണ്ട് സൈസ് നാവ് ടെക്സ്റ്റ് എന്ന ക്ലാസ്സിനകത്ത് ഇപ്പം പിക്സലാണ് കൊടുത്തെങ്കിൽ അത് മാറത്തില്ല? ഇല്ല, മാറത്തില്ല. നമുക്ക് പിക്സലിൽ കൊടുത്തു നോക്കാം. ഞാനിവിടെ ഇപ്പൊ 16 പിക്സൽ കൊടുത്തു. റൂട്ടായിട്ടുള്ള HTMLന്റെ ഫോണ്ട് സൈസ് ഞാൻ നേരത്തെ പോലെ 100 പിക്സലാക്കി. അതിൻ്റെ ഇത് കൂടിയില്ല. മനസ്സിലായില്ലേ? റെം ഒരു റിലേറ്റീവ് യൂണിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം റെസ്പോൺസീവ് എന്ന് വെച്ചാൽ റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ ഫോണിലും ഇതിലും ഒരേ സമയത്ത് കാണുന്ന കേസുകൾ വരുമ്പോൾ റെം കുറച്ചുകൂടെ നല്ലവണ്ണം പെർഫോം ചെയ്യും പിക്സലിൻ്റെക്കാൾ. നിങ്ങളപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ ഇത് വെച്ചാണ് ഈ 0.75 പറയുന്നത്. നിങ്ങളപ്പോൾ ലാപ്ടോപ്പിലോ വല്ലതും ആണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾക്കിത് നല്ല ചെറുതായിട്ട് ഒന്നേ കൂട്ടാം കേട്ടോ. ഈ നമ്പേഴ്സ് എന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. ഇപ്പോൾ ഒരുവിധം കാണാൻ വൃത്തിയുണ്ട്. വേണമെങ്കിൽ നേരത്തെ മറ്റേ ഇൻഡെക്സ് HTML നമ്മളെ മറ്റേ ആ പേജിലില്ലേ, എടാ അതില് നമ്മള് 2 സെയിം ക്ലാസ് നെയിം അല്ലേ കൊടുത്ത പി ടാഗിന്? അതെ. അത് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, ക്ലാസ് നെയിം എത്ര വേണോ കൊടുക്കാം. ഒരേ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇതിനിപ്പോ രണ്ടിനും ഒരേ സൈസ് ഒരേ കളറൊക്കെ ഉണ്ട്. അപ്പൊ കോമൺ പ്രോപ്പർട്ടി ആയിട്ട് രണ്ടിനും ആപ്ലിക്കബിൾ ആയിക്കോട്ടെ, അതിന് സീനില്ല. ഓക്കെ. അതപ്പോൾ നമ്മുടെ ഇതിൻ്റെ കുറച്ചും കൂടെ ഞാൻ ഇമേജസിൻ്റെ സൈസ് കുറച്ചുകൂടെ ചെറുതാക്കുകയാണ്. ഇതിൽ കുറച്ചും കൂടെ ചെറുതല്ലേ ഗൂഗിളിൻ്റെയിൽ, അപ്പോൾ നമുക്കും ചെറുതാക്കാം. കുറച്ചൊന്ന് ചെറുതാക്കി ഇവിടെ 2.5 ആക്കിയാൽ, ഒരു 3 ആക്കിയാൽ ഓക്കെ. ഇപ്പോൾ സെറ്റാണ്. ഓക്കെ അല്ലേ? നാവ് ബാർ സെറ്റല്ലേ എല്ലാവരുടേതും? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതുവരെ ഉള്ളതിൽ? ഓക്കെ. ജിഷ്ണു, നമുക്കെങ്കിൽ ലോഗോയിലോട്ട് കിടന്നാലോ? ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ഇനി ഗൂഗിളിൻ്റെ ലോഗോ വെക്കണം. അതിനപ്പോൾ നമുക്കപ്പോൾ അടുത്തൊരു ഡിവ് തുടങ്ങാം. എല്ലാം ഡിവ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. കണ്ടെയ്നറൈസ് ഇതിപ്പോൾ കാണാനൊരു വൃത്തിയില്ല. എൻ്റെ നാവ് ബാർ കഴിഞ്ഞു. ഞാനപ്പോൾ അടുത്ത ഡിവ് തുടങ്ങുകയാണ്. എൻ്റെ മെയിൻ കണ്ടൻറ്റ്, മെയിൻ അതല്ലേ, മെയിൻ കണ്ടൻറ്റിനകത്ത് നമുക്കപ്പോൾ എന്തൊക്കെ കൊടുക്കാം? മെയിൻ കണ്ടൻറ്റിനകത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലോഗോയും സെർച്ച് ബാറും 2 ബട്ടണും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ മെയിൻ കണ്ടൻറ്റിനകത്ത് ആദ്യം വേണ്ടത് ലോഗോ.
ലോഗോയും ഞാൻ ഒരു ഡിബിനകത്തിടാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ലോഗോ ഞാൻ ഒരു ഡിബിനകത്ത് ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. എന്നാലും ഇട്ടോ, കിടക്കട്ടെ, അല്ല ആവശ്യം വന്നാലോ. IMG ടാഗ് എടുത്തു. സോഴ്സിനകത്ത് കേഴ്സറുണ്ട്. Ctrl+ സ്പേസ് ബാർ അടിക്കുമ്പോൾ എൻ്റെ ഇമേജസ് വന്നു. അതിനകത്ത് ഗൂഗിൾ ലോഗോയാണ് ഇമേജ് വന്നു. ഇമേജ് വന്നു. ഇത് ജി കാണാം. ഓക്കെ അല്ലേ ഇതുവരെ? അപ്പോൾ ജി വന്നു. നമുക്ക് അതിൻ്റെ സൈസ് കുറക്കണം. ഇമേജ് ടാഗിനകത്തുള്ള ഇമേജിൻ്റെ സൈസ് കുറക്കണം. സോ ഇമേജ് ടാഗിന് നമ്മളൊരു ക്ലാസ് നെയിം കൊടുക്കുന്നു. ലോഗോ വേണ്ട, ലോഗോ നേരത്തെ ക്ലാസ്സിന് കൊടുത്തതാണ്. സോ അപ്പോൾ ലോഗോ ഇമേജ് എന്ന് കൊടുക്കാം. ലോഗോ IMG. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ലോഗോ സ്റ്റൈൽ ചെയ്തെടുക്കാം. CSS പോകുന്നു, ക്ലാസ് നെയിം വിളിക്കുന്നു, ലോഗോ IMG. ആദ്യം നമുക്കിതിൻ്റെ ഹൈറ്റ് ചെറുതാക്കി എടുക്കണം. ഹൈറ്റ് ഒരു 10 VH. അത് കുറഞ്ഞു, ഒരു 15 ആക്കിയാലും ഓക്കെ. വലിയ സീനില്ല. എങ്ങനെയുണ്ട് ഗൂഗിൾ? ഓക്കെ, ഏകദേശം സെയിം ആണ്. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് അതിനെ സെൻറ്ററിൽ കൊണ്ടുവരണം. ഇമേജ് ടാഗ് ഇൻലൈൻ ആണോ ബ്ലോക്ക് ആണോ? ഒരു മിനിറ്റ്. ഇമേജ് ടാഗ് ഇൻലൈൻ ഓർ ബ്ലോക്ക്? ഇമേജ് ടാഗ് ഇൻലൈൻ തന്നെയാണ്. അടുത്ത ആളിനെ നമ്മൾ തുടക്കത്തിൽ നിർത്തിയതായിട്ട് കണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ അപ്പം നമുക്ക് ബ്ലോക്ക് ലെവൽ ഒരു ഡിവ് ബ്ലോക്ക് ലെവലിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ സെൻറ്റർ ചെയ്യാൻ ഒറ്റ പ്രോപ്പർട്ടി കൊടുത്താൽ മതി. അതാണ് മാർജിൻ ഓട്ടോ കൊടുത്താൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഈക്വൽ സ്പേസ് എടുത്തത് സെൻറ്ററിൽ വന്നോളൂ. ബ്ലോക്ക് ലെവൽ എലമെൻസിന് മനസ്സിലായോ? മാർജിൻ ഓട്ടോ കൊടുത്താൽ നമ്മുടെ എലമെന്റ് ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ കൂടെ ആരെയും നിർത്താത്തൊരു വ്യക്തിയാണെങ്കിൽ താനെ കയറി സെൻറ്റർ ആയിക്കോളും. അതേസമയം നമ്മുടെ ഇമേജ് ടാഗ് ഇൻലൈൻ എലമെന്റ് ആണ്, കൂടെ ആളിനെ നിർത്തും. അതുകൊണ്ടാണ് ഇവിടെ മാർജിൻ ഓട്ടോ ഇട്ടിട്ട് ആൾ സെൻറ്ററിൽ വരാത്തത്. നമുക്കപ്പോൾ ഇൻലൈൻ എലമെന്റിനെ ബ്ലോക്ക് ആക്കാൻ പറ്റും. ഡിസ്പ്ലേ ഫ്ലെക്സിന് പകരം ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്താൽ മതി. ഡിസ്പ്ലേ ബ്ലോക്ക് സെൻറ്ററിൽ വന്നു, കണ്ടോ? ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കുക, മാർജിൻ ഓട്ടോ കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണോ? അത് എല്ലാവർക്കും ഓക്കെ അല്ലേ? കൃത്യവാസൻ ഋഷികേഷ്, ഹലോ, വെയിറ്റ് ചെയ്യണോടാ? നിങ്ങൾ എത്തിയില്ലേ ഇതുവരെ? ഋഷിയോ ഉണ്ടല്ലേ? പോയോ? ഉണ്ടല്ലോ. പതുക്കെ പോവാം. ഞാനപ്പോൾ ഇതൊന്നും കൂടെ പറഞ്ഞു തരാമേ, നിങ്ങളിപ്പം എത്തിയാൽ. ഓക്കെ. നമ്മുടെ ഇമേജ് ഇൻ ലെവൽ ആവാത്ത കാരണം നമുക്കതിനെ ഒറ്റ ലൈനിൽ സെൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇൻലൈൻ ഒരു എലമെൻറ്റ് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെങ്കിൽ മാർജിൻ ഓട്ടോ കൊടുത്താൽ അത് സെൻറ്ററിൽ വരേണ്ടതാണ്, ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെങ്കിൽ. പക്ഷേ നമ്മുടെ ഇമേജ് ദുർഭാഗ്യവശാൽ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് അല്ല. അതുകൊണ്ട് നമുക്കത് ഒറ്റ ലൈനിൽ സെൻറ്റർ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇൻലൈൻ എലമെൻറ്റിനെ ഓവർറൈഡ് ചെയ്ത് ബ്ലോക്ക് ആക്കാം. ഇതാണ്ടില്ലേ, ദിസ് എലമെൻറ്റ് ജനറേറ്റ്സ് എ ബ്ലോക്ക് ലെവൽ ബോക്സ്. സെൻറ്ററിൽ വന്നു. ഓക്കെ, അതപ്പോൾ സെറ്റാണ്. നമുക്കപ്പോൾ ഇതൊക്കെയാണ്. നമുക്കപ്പോൾ അടുത്തതിലോട്ട് കിടക്കാം. ഇനി എന്താ ഉള്ളത്? ഇനിയപ്പോൾ ഇതിനെ കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരണം. അതിനപ്പോൾ താഴോട്ട് കൊണ്ടുവരാൻ മാർജിൻ ടോപ്പ്. കേക്കാടാ? എന്റെ പേജില് മറ്റേ 4 ലോഗോയുടെ റൈറ്റിലാണ് ഗൂഗിൾ ലോഗോ വന്നത്. അങ്ങനെ വന്നോ? എടാ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ചെയ്തു. എനിക്ക് തോന്നുന്നു നീ മറ്റേ ആ നാവ് ബാറിൻ്റെ ഡിവിനകത്തായിരിക്കണം ഗൂഗിളിൻ്റെ ഡിവ് തുറന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നോക്കാം. കോഡ് കാണിച്ചാൽ മതി. ഇൻഡെക്സ് അതിനകത്ത് നാവ് ബാർ എന്ന ഡിവിനകത്താണ് നിൻ്റെ ലോഗോയുടെ ഡിവ് കിടക്കുന്നത്. കണ്ട? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 18th ലൈനിലുള്ള മെയിൻ കണ്ടെയ്ൻ കിടക്കുന്നത്
11th ലൈനിലുള്ള അല്ല 12th ലൈനിലുള്ള നാവ് ബാറിനകത്താണ്. ആ 18th ലൈൻ തൊട്ട് 22 വരെ ലൈനിലുള്ള കട്ട് ചെയ്തേ. ആ Ctrl+X അതെടുത്ത് 21 ലൈൻ കഴിഞ്ഞിട്ട് വെളിയിലിട്ട് ആദ്യം തന്നെ എൻ്റർ പേസ്റ്റ്. ഇനി ഒന്ന് നോക്കിയാൽ ഒന്ന് അത് റീഫ്രഷ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കിയാണ്. അയ്യോ ആ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ആ ഓക്കെ, എനിക്ക് നിർത്തിക്കോ, ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അത് ഡിവിഡുമ്പോൾ സൂക്ഷിച്ച് നോക്കിക്കോണേ. ഇന്നലെ അവ എന്തോ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞില്ല പ്രിട്ടിയറിൻ്റെ Alt F എന്തോ ഞാൻ മറന്നുപോയി. വിട്ടേരാ, കുഴപ്പമില്ല, ഞാനപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണാമോടാ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ലോഗോ അതെ ലോഗോ. അപ്പോൾ നമുക്കിനി നിൻ്റെ ലോഗോ ലോഗോ അപ്പോൾ സെൻറ്ററിൽ വരാൻ വേണ്ടി ആ ലോഗോയുടെ IMG ടാഗിൻ്റെ ക്ലാസ്സിനകത്ത് ഈ 2 ലൈൻ ഇട്ടാൽ മതി. ഡിസ്പ്ലേ ബ്ലോക്ക്, മാർജിൻ ഓട്ടോ. ഞാൻ അതപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഋഷിയേഷിൻ്റെ ലോഗോ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ അപ്പോൾ ലോഗോ സെൻറ്ററിൽ വരാൻ വേണ്ടി ആ ലോഗോ എന്ന ഇരിക്കുന്ന ടാഗ് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെങ്കിൽ മാർജിൻ ഓട്ടോ കൊടുത്താൽ സെൻറ്ററിൽ വരേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഇമേജ് ടാഗ് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് അല്ല. അതുകൊണ്ട് നമ്മളൊക്കെ അതിനെ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആക്കണമെങ്കിൽ ഡിസ്പ്ലേക്ക് അകത്തുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്പ്ലേ ബ്ലോക്ക്. ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ ആ ഇമേജ് ടാഗിന് കൊടുത്ത ക്ലാസ് നെയിമിനെ ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കുക, മാർജിൻ ഓട്ടോ ആക്കുക. അപ്പോൾ സെൻറ്ററിൽ വരും. എടാ ഒറ്റ മിനിറ്റ്, എനിക്ക് ഞാൻ ഇപ്പൊ ലൈവ് സെർവർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഈ ചെയ്തല്ല വന്നേക്കുന്നത്. ശരി ഞാൻ പ്രസന്റ് ചെയ്യാം. സ്റ്റോപ്പ്. അയ്യോ ജില വന്നു. എടാ കുറച്ച് താമസിച്ചു കയറിയപ്പോ. കേട്ടിരുന്നോ? കുഴപ്പമില്ല, നാളെ നമുക്ക് ഇത് തന്നെ ചെയ്യാം, സീനൊന്നുമില്ല. എവിടെ കാണാം കോഡെടുത്ത് അല്ല നീ അതെന്താ വന്ന് അത് നിന്റെ CSS ഓപ്പൺ ആക്ക്. CSS ഓപ്പൺ ആയി. ആ ഇൻഡെക്സ് എടുത്തേ. ഇൻഡെക്സ് മുകളിലോട്ട് പോയി. മുകളിലോട്ട് നിന്റെ ലിങ്ക് ചെയ്ത ടാഗ് കാണാനില്ല. CSS ലിങ്ക് ചെയ്ത ഡോക്യുമെന്റ് കഴിഞ്ഞ് ഹെഡ് ടാഗിനകത്ത് അത് ഡിലീറ്റ് ആയി പോയതായിരിക്കണം. അല്ലല്ല, ലിങ്ക് CSS. അത് ഫുൾ കോളൻ CSS. അത് അവിടെ കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. ഇനിയൊന്ന് നോക്കിയാ വന്ന് കാണണം. വേണ്ട HRF അല്ല, ഇതല്ലല്ലോ. ഇതല്ല, എന്തോ പറ്റി. HRFനകത്ത് style.css അത് ഫില്ല് ചെയ്ത് വരേണ്ടതാണ്. style.css. ഇനിയും നോക്കിക്കോ, ഒന്ന് റീലോഡ് വരണം. പൊളിച്ച് എന്തോ പറ്റി. ലിങ്ക് ഫുൾ കോളൻ CSS ടൈപ്പ് ചെയ്ത് നോക്കിയേ. ലിങ്ക് ഡോട്ട് അതാണ് അത് തന്നെ, ഫുൾ കോളൻ CSS. ഇതാണ്. ഇനിയൊന്ന് നോക്കിയേ. അരെ വാ, പൊളിച്ചു. പക്ഷെ ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഞാൻ എവിടെയെങ്കിലും മിസ് ഔട്ട് ആയി പോയോ? നോക്കാം. ഒരു Ctrl+S സേവ് ചെയ്തിട്ടില്ല ഫയല്. Ctrl+S. ഇനി ഒന്ന് നോക്കിയേ. ശകലം മാറ്റം വന്നിട്ടുണ്ട്. സെന്റർ അലൈൻ ആയിട്ടുണ്ട്, പക്ഷെ സൈസ് കറക്റ്റില്ല. എനിക്കൊന്ന് ലാപ്ടോപ്പ് ആയത് കാരണമാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ CSS തരാം. നിന്റെ CSS ഓപ്പൺ ആക്കിയേ. CSS ഫയൽ ആദ്യം തന്നെ. ഓക്കെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബാക്കിയല്ലേ വന്നില്ല, അതെന്ത് വരാത്ത? ഡോട്ട് നിന്റെ 15th ലൈൻ, 19th ലൈൻ, 23rd ലൈൻ ഡോട്ട് ലോഗോ ഡോട്ട് IMG എന്നാണ് കൊടുത്തേക്കുന്നത്. അത് പറ്റൂല.
മനസ്സിലായില്ല എങ്ങനെ? എടാ ഡോട്ട് നിന്റെ HTML ക്ലാസ് നെയിം ഒന്ന് കാണിച്ചേ. ഞാൻ ഇട്ടത് menu.img ആണെന്ന് തോന്നുന്നു. ഡോട്ട് ഇടാൻ പറ്റൂല ഏട്ടാ, അത് മാറ്റി ഡോട്ട് മാറ്റി ഹൈഫൺ ആക്കിക്കോ. ഡോട്ട് ഇട്ട എല്ലായിടത്തും, രണ്ടിടത്തും കൂടെ ഉണ്ട്. ഒരിടത്തും കൂടെ ഉണ്ടായിരുന്നു, താഴോട്ട് നോക്കിക്കേ, മറ്റേ ഗൂഗിളിന്റെ ലോഗോ. അതാണ്. CSS അങ്ങനെ ആക്കിക്കേ, അല്ല HTML അല്ല സ്റ്റൈലില്. ഡോട്ട് ഓൾറെഡി നമ്മുടെ ക്ലാസ് നെയിമിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ, നമ്മുടെ റിസർവ് കീവേഡ് പോലത്തെ ഒരു സാമാനമാണ്. അതപ്പോ അതായിരിക്കണം. നോക്കണം, ഉറപ്പില്ല, മാറിക്കാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. സേവ് ചെയ്തിട്ടില്ല. ഞാൻ സേവ് ചെയ്തു, കൺട്രോൾ എസ് അല്ലേ? മുകളിലൊരു വൈറ്റ് ഡോട്ട് വന്നാൽ സേവ് ചെയ്തിട്ടില്ലെന്നാ, HTML സേവ് ചെയ്തിട്ടില്ല. ഡോട്ട് വന്നാൽ സേവ് ചെയ്തിട്ടില്ലെന്നാ. ഇപ്പൊ സേവ് ആയി. ഇനി ഒന്ന് നോക്കിക്കേ. രക്ഷപ്പെട്ടു. കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ പറയാ കേക്കാം. അതെനിക്ക് ഞാൻ വലുതായിട്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത് ടൈം വിട്ടപ്പോ കൊടുത്തു വെക്കുക. എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡോട്ടൊന്നും കൊടുക്കാതിരിക്കുക, പിന്നെ ഹാഷ് കൊടുക്കരുത്, അതൊരു റിസർവ് കീബോർഡാണ്. ഞാൻ അത് പറഞ്ഞു തരാം വഴിയെ. ഈ ഡോട്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്ലാസ്സിനെ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഡോട്ട് ക്ലാസ്സിനെ കോൾ ചെയ്യാനും ഹാഷ് അതുപോലത്തെ ഒരു സാധനത്തിനെ കോൾ ചെയ്യാനാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞു തരാം. അതിപ്പോ പറഞ്ഞു തന്നാൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ, ഞാൻ അത് വഴിയെ പറഞ്ഞുതരാം. ഹാഷ് ഒരു റിസർവ് കീവേഡാണ്. സ്ക്രീൻ കാണാനല്ലേ. ലാസ്റ്റ് മറ്റേ മാർജിനും മറ്റേ ഡിസ്പ്ലേയിൽ നമ്മൾ ബ്ലോക്ക് ഇട്ടില്ലേ, അതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് പറയാമോ? ഓക്കെ, ബ്ലോക്ക് നമ്മുടെ ഇമേജ് ടാഗ് ഇൻലൈൻ അല്ലേ, അത് സൈഡിൽ ആളെ നിർത്തുമല്ലോ, മനസ്സിലായില്ലേ? ആ റോ ഫുള്ള് റിസർവ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഇൻലൈൻ ആണ്. അതേസമയം അതിപ്പോൾ ബ്ലോക്ക് ലെവൽ എലമെന്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഒറ്റ ലൈൻ കൊണ്ട് അതിനെ സെൻറ്റർ ചെയ്യായിരുന്നു, മാർജിൻ ഓട്ടോ. പക്ഷേ അതൊരു ബ്ലോക്ക് ലെവൽ എലമെന്റ് അല്ലാത്ത കാരണത്താൽ ഈ ഒരു ലൈൻ വെച്ച് സെൻറ്റർ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഇൻലൈൻ എലമെന്റ് പ്രോപ്പർട്ടി ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ച് ഓവർ റൈഡ് ചെയ്ത് ബ്ലോക്ക് ആക്കി. അപ്പോൾ അത് സെൻറ്ററായി. മനസ്സിലായില്ലേ? അല്ലടാ, ലെഫ്റ്റും റൈറ്റും സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ട് മാർജിൻ എടുക്കും. മനസ്സിലായി? ഓക്കെ, അതപ്പോൾ കഴിഞ്ഞു. ഇനി അപ്പോൾ അത് കുറച്ച് താഴ്ത്തണം. അതിനപ്പോൾ മാർജിൻ ടോപ്പ് എത്ര കൊടുക്കാം? 25 pH. റിഫ്രഷ്. അയ്യോ, ഇറങ്ങിയില്ലല്ലോ. താഴെ ഇറങ്ങാത്ത എന്ത് പറ്റി? താഴെ ഇറങ്ങാത്ത എന്ത് പറ്റി? ഗൂഗിൾ ഈ എന്തോ ആ ലോഗോ താഴോട്ട് ഇറങ്ങുന്നില്ല. നമുക്കപ്പോൾ ആ ലോഗോയുടെ ഡിവിനെ താഴ്ത്താം. രണ്ടും സെയിം ആണല്ലോ. ഡോട്ട് ലോഗോ, അത് ആ ലോഗോ ഒരു IMG ടാഗുള്ള ഡിവിനെ ഞാൻ മൊത്തത്തോടെ ഇപ്പോൾ ഒന്ന് താഴോട്ട് കൊണ്ടുവരികയാണേ. മാർജിൻ ടോപ്പ് MX. അതെന്തിട്ടാണ് ഞാനിപ്പോൾ മാർജിൻ ടോപ്പ് കൊടുത്തിട്ട് വരാത്തതെന്ന് കത്തിയോ ആർക്കെങ്കിലും? എനിക്കിപ്പോഴാണ് കത്തിയത്. ഞാനിപ്പോൾ മാർജിൻ ടോപ്പ് കൊടുത്തിട്ട് ചീറ്റിപ്പോയില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ താഴെ മാർജിൻ ഓട്ടോ പറയുന്നതുകൊണ്ട് മുകളിലത്തെ ടോപ്പ് ഓവർ റൈഡ് ആയിപ്പോയി. ഞാനിപ്പോൾ ഇതിന്റെ താഴെ പറയണമായിരുന്നു. വേണ്ട, അതൊന്നും ചെയ്യണ്ട. ഞാനിപ്പോ അത് വിട്ടേരെ, അത് ഞാൻ പറഞ്ഞത് മാറ്റി കളഞ്ഞേരെ. ഞാനിപ്പോ മേളില് മാർജിൻ ടോപ്പ് 25 VH കൊടുത്തു, പക്ഷെ താഴോട്ട് വന്നില്ല. കാരണം താഴത്തെ മാർജിൻ ഓട്ടോ ഓവർ റൈഡ് ചെയ്തു. അതിന് മാർജിൻ ഓട്ടോ എന്ന് പറയുമ്പോൾ 4 സൈഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സ്പേസ് എടുത്ത് അറേഞ്ച് ആവും. അതപ്പോ ഞാൻ കൊണ്ട് അതിന്റെ താഴെ ഇടണം. അപ്പൊ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇപ്പൊ ഇത്രയും താഴെണ്ട 20 ആക്കിയ വേണ്ട, 15 10 വേണ്ട 12. നിങ്ങളുടെ VH നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണേ. ഞാൻ എൻ്റെ സ്ക്രീൻ സൈസ് വെച്ചാണ് പോകുന്നത്. കുറച്ചും കൂടെ താഴ്ത്താം, 15. ഓക്കെ, ഗൂഗിളിന്റെ എല്ലാവരും സെറ്റ് അല്ലേ? IMG. ഇനി നമുക്ക് മെയിൻ ആളിലേക്ക് കടക്കാം. നമ്മുടെ സെർച്ച് ബാർ
നമ്മുടെ സെർച്ച് ബാറാണ് നമ്മുടെ ഹീറോ. എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കാം. ഈ സജഷനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിന് API സാധനമൊക്കെ വേണം. നമ്മളപ്പോൾ ജസ്റ്റ് ഈ കാണാനുള്ള സാധനം മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ക്ലിക്ക് ചെയ്യുമ്പോൾ സജഷൻ വരുന്നതിനൊക്കെ ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം, അത് നമുക്കിപ്പോൾ പറ്റത്തില്ല. നമ്മളപ്പോൾ ഈ ജസ്റ്റ് ഒരു കാണാൻ ഒരു സെർച്ച് ബാർ ടൈപ്പ് ചെയ്യാൻ പറ്റും, ആ സാധനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെർച്ച് ബാറിനപ്പോൾ നമുക്കൊരു ഡിവ് വേണം. മെയിൻ കണ്ടെയ്നറിനകത്ത് തന്നെ ഋഷി ശ്രദ്ധിച്ചോണേ, ആരെ നേരത്തെ ഡിവ് തെറ്റിച്ചിട്ട് ശ്രദ്ധിച്ചോണം. ലോഗോ വരെ താഴെ മെയിൻ കണ്ടെയ്നറിനകത്തെ കണ്ടെയ്നിൻ്റെ അകത്ത്. ഓക്കെ അല്ലേ? കണ്ടെയ്ൻ ഞാൻ കണ്ടെയ്നറാണ് ഉദ്ദേശിച്ചത്, കണ്ടെയ്നേ വന്നുള്ളൂ. ലോഗോ വരെ താഴെ മെയിൻ കണ്ടെയ്നകത്ത് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു, ഡിവ് ഡോട്ട് സെർച്ച് ബാർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം 3 സാധനമാണുള്ളത്. ഒരു ഇമേജ്, ഒരു ബാറ്, പിന്നെ ഒരു ഇമേജ്. ഓക്കെ അല്ലേ? നമുക്ക് പക്ഷേ ഇൻപുട്ട് ടാഗിനകത്ത് ഇമേജ് വെക്കാൻ പറ്റത്തില്ല. ഇൻപുട്ട് ടാഗിനകത്ത് ഇമേജ് വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് 3 ടാഗ് വേണം. ഒരു IMG ടാഗ്, അതിനകത്ത് ആദ്യത്തെ ഇമേജസിനകത്ത് ആദ്യത്തേത് ഏതാ? സെർച്ച്. പിന്നെ നമുക്ക് നടുക്ക് ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, അത്രയും മതി. ഞാൻ കാണിച്ചു തരാം. ആദ്യം വേണ്ടത് ഒരു IMG ടാഗ്. Ctrl+ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ സജഷൻ വരും, ഇമേജസിനകത്തുനിന്ന് സെർച്ച്. പിന്നെ വേണ്ടത് നമുക്ക് നടുക്കത്തെ ഇൻപുട്ട് ബാറാണ്, അതിന് ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ സജഷൻ വരും. ടൈപ്പ് ടെക്സ്റ്റ് അല്ലേ ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ ടൈപ്പ് ടെക്സ്റ്റ്. പിന്നെ വേണ്ടത് 3ാമത്തെ ഇമേജ്, അങ്ങറ്റത്തുള്ള മൈക്ക്. അതിന് അപ്പോൾ ഇമേജസിനകത്ത് സെർച്ച് മൈക്ക്. ഓക്കെ അല്ലേ? ഇതപ്പോൾ വന്നിട്ടുണ്ട്. 3 റോയിലായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നടുക്കത്തെ ഈ ഇൻപുട്ട് ടാഗ് ബ്ലോക്ക് ആയതുകൊണ്ട് അവൻ്റെ സൈഡിൽ ആരെയും നിർത്തിയില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് 3 വന്നത്. നമുക്കപ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 3നും 3 സൈസാണ്. അപ്പം 3നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ് നെയിം കൊടുക്കേണ്ടി വരും. സെർച്ച് IMG, ഇൻപുട്ടിന് ക്ലാസ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ബാർ. അടുത്തതിന് അത് എന്തായാലും കൊടുക്കാം, വേണമെങ്കിൽ ഹൈഫൺ ഇടാം, അല്ലെങ്കിൽ അതെ, ഇല്ലെങ്കിൽ കിടക്കട്ടെ. ഡോട്ട് കൊടുക്കരുത്, ഡോട്ട് ഒരിക്കലും കൊടുക്കരുത്. ക്ലാസ്, അടുത്ത ക്ലാസിൻ്റെ പേര് മൈക്ക് -IMG. ഇതൊരു ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്കിനി അപ്പോൾ ഈ 3 സ്റ്റൈലിങ്ങിലോട്ട് കിടക്കണം. 3 സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരു റോയിലാക്കണം, സെൻറ്റർ ചെയ്യണം. അതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റീവ്സ്. നമുക്കപ്പോൾ ആദ്യം CS എടുക്കുന്നു. ആദ്യം നമുക്ക് സെർച്ച് ആദ്യത്തെ ഇതിനെ സൈസ് കുറക്കണം. ആദ്യത്തെ ഇമേജ് സെർച്ച് CARCH സെർച്ച് ഇമേജിൻ്റെ സൈസ് കുറക്കണം. ഹൈറ്റ് ഒരു 3VH. എവിടെ കാണാൻ എവിടെ പോയി? ഓക്കെ, അത് നല്ല കുറഞ്ഞു പോയിട്ടാണെന്ന് തോന്നുന്നു കാണാതായ. 6 അങ്ങനല്ലേ ക്ലാസ് നെയിം പോയെ? പക്ഷെ എന്തോ പറ്റി. ഹൈറ്റ് സെർച്ച്, അതെ 10. ഒരു മിനിറ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. എന്ത് ഗ്ലിച്ചാണെന്ന് തോന്നുന്നു, നമ്മുടെ സെർച്ച് ബാറിനെയും കാണാനില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് മറ്റേ എന്താ പറയുന്നത്, 100 ഒക്കെ ഇട്ടപ്പോൾ എന്താ നിനക്ക് വന്നാൽ 10 വരത്തില്ല, 20 വരുമോ? എനിക്ക് അത്രയും വലുതൊന്നും വേണ്ട, അതെന്തോ ഗ്ലിച്ചാണ്. നമുക്കപ്പോൾ ഒന്ന് ലൈവ് സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മിക്കവാറും ഘട്ടങ്ങളിൽ ശരിയാവേണ്ടതാണ്. ലൈവ് സെർവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി താഴത്തെ പോർട്ട് -5500 ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സ്റ്റാർട്ടായി. എനിക്ക് സാധനം വന്നു, പക്ഷെ
കിട്ടി, എനിക്ക് കിട്ടിയോ. അതെന്റെ ഗ്ലിച്ച് ആയിരിക്കും, എന്റെ ഇതിന്റെ കുഴപ്പമായിരിക്കും. അല്ല സെർച്ച് ബാർ വന്നാ പോലെ. അല്ലടാ, ഇമേജും വരണം. ഏത് ഇമേജ്? ഞാനിതിനിപ്പം എന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഞാനിപ്പോ ഹൈറ്റ് കൊടുത്തപ്പോ ഇമേജ് പോയി. നമുക്കപ്പോ VH പറ്റുന്നില്ല. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, ഹൈറ്റ് റമ്മിൽ കൊടുത്ത് നോക്കാം. ഹൈറ്റ് മാറ്റി വിട്ടാക്കി നോക്കാം. ചിലപ്പോൾ ഇനി ഹൈറ്റിന് ഇഷ്ടമല്ലെങ്കിൽ 10 VW. ഓക്കെ, വിട്ട് വരുന്നുണ്ട്. നമുക്കെങ്കിൽ ഹൈറ്റ് വിടുത്തിട്ട് വിട്ട് ഉപയോഗിക്കാം. ഇതെന്ത് ഇത്? പക്ഷെ എനിക്ക് നീ വിട്ട് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് ഇല്ലേ, ആ സെയിം റിസൾട്ട് എനിക്ക് ഹൈറ്റ് ഉപയോഗിച്ചപ്പോഴത്തേക്കും കിട്ടി. എനിക്ക് വരുന്നില്ലടാ. എനിക്കിതാ കണ്ട 2 വിട്ട് കൊടുക്കുമ്പോൾ വരുന്നില്ല, 4 വരുന്നില്ല, 6 വരുന്നില്ല, 8 ഇമേജ് വരുന്നില്ല, 10 ഇമേജ് വരുന്നത്. അത് എന്തിട്ടാണെന്ന് എനിക്കൊരു ഞാൻ ഹൈറ്റ് 10 VH കൊടുത്തത്. പക്ഷെ നമുക്ക് അത്രയും വലിയ ഇമേജിന്റെ ആവശ്യമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിട്ട് പിക്സലിൽ തന്നെ കൊടുക്കാം. ഇതെമ്മേ പിക്സലിലെങ്കിലും വന്നാൽ മതിയായിരുന്നു. മൈ ഗോഡ്, ദിസ് ഈസ് സംതിങ് റോങ്. അതെ. ഞാനാണെങ്കിൽ തിരിച്ചു കൊടുത്തു, ലോഗോ താഴെ കൊടുത്തു. ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാലും എൻ്റെ ഇമേജ് ടാഗ് എന്തുകൊണ്ടായിരിക്കും വരാത്തത്? നമുക്കപ്പോൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം, ടാഗ് ഇവിടെ ഉണ്ടോ എന്ന്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്താൽ കൺസോളിനകത്ത് ഇതിനകത്ത് ടാഗ് ഉണ്ടോ എന്ന് തുറന്ന് നോക്കാം. മെയിൻ അത് തന്നെ മെയിൻ കണ്ടെയ്നകത്ത് എൻ്റെ ലോഗോ ഉണ്ട്. ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിനകത്ത് സെർച്ച് IMG ഉണ്ട്. വിട്ട് നമുക്ക് സൈഡിൽ കൂട്ടി നോക്കാം. ഇതൊന്നും കാണാനില്ലല്ലോ. എന്തോ പറ്റുന്നുണ്ട്. അതെ, താഴെ കിടങ്ങോ. എൻ്റെ ദൈവമേ, ഇതിന്റെ കാര്യം കൊണ്ട് വന്നടാ. താഴെ കിടന്നോണ്ട് കാണാത്തായിരുന്നു കേട്ടാ. ഞാനിപ്പോ ഹൈറ്റ് 5 VW കൊടുക്കാം. എവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇതാണ്. ഇന്നില്ല 5 കൊടുക്കാം. വിട്ട് കൊടുത്തപ്പോ താഴെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതാണ് നമ്മൾ മാളിൽ കിടന്ന് നോക്കിയിട്ടാണ് കാണാത്തത്. നമുക്കപ്പോ ഇത്രയും ആവശ്യമില്ല. 2 കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, സെർച്ച് ഇമേജിന്റെ കൂടെ തന്നെ മൈക്ക് ഇമേജിനും കൊടുക്കാം. എടാ പറയടാ, എന്ത് പറ്റി? ഏതായാലും കുഴപ്പമില്ല, വർക്കാവും, സീനില്ല. നമുക്കിപ്പോ റേഷ്യോ നമ്മൾ ഇമേജിന്റെ ഒരു റേഷ്യോ കാണുമല്ലോ, ഹൈറ്റിനും വിഡ്ത്തിനും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഓക്കെ അല്ലേ? ഹൈറ്റ് വിഡ്ത്ത് ഞാനിവിടെ 1 VW. പിന്നെ വിഡ്ത്ത് കൊടുക്കുമ്പോൾ VW ആണ്. W ശ്രദ്ധിച്ചോണം, വിഡ്ത്തിന് കയറി VH കൊടുക്കരുത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഏകദേശം ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് ആരുടെ സൈറ്റാ? രണ്ടും എൻ്റെതായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കപ്പോൾ സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഐക്കൺസ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ മൈക്ക് ചെറുതായിട്ടൊന്ന് ചെറുതാക്കാം. 0.75. ഓക്കെ, ഇല്ല വേണ്ട, 85. യെസ്, ഓക്കെ. നമുക്കിനിയപ്പോൾ നേരത്തെ പോലെ തന്നെ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഒരു ലൈനിലല്ല നിൽക്കുന്നത്, നമുക്ക് എല്ലാത്തിനെയും ഒരു ലൈനിലാക്കണം. അതിനപ്പോൾ സെർച്ച് ബാറിൻ്റെ ഡോട്ട് സെർച്ച് ബാർ ഡിസ്പ്ലേ ഫ്ലെക്സ് അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഇപ്പൊ സെൻട്രലായില്ലേ? നീ സെർച്ച് ബാർ എന്നാണോ കൊടുത്തത്? സെർച്ച് ബാർ എന്നാണ് കൊടുത്തത്. ക്ലാസ് സെർച്ച് ബാർ. ഇപ്പുറത്തപ്പോൾ ഞാൻ സെർച്ച് ബാറിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഫ്ലെക്സ് കൊടുത്തത് ജസ്റ്റ് റോയിൽ വരാനാണ്. ഓൾറെഡി അത് ഇൻലൈൻ എലമെന്റ്സ് ആയതുകൊണ്ട് റോയിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇടണം. കാരണം ഡിസ്പ്ലേ ഫ്ലെക്സ് ഇട്ടാലേ അലൈൻ ഐറ്റംസ് വർക്ക് ആവത്തുള്ളൂ. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താലേ അലൈൻ ഐറ്റംസ് വർക്കാവും. രണ്ടും ഒത്തോ. ഈ അലൈൻ ഐറ്റംസും ജസ്റ്റിഫൈ സെൻറ്ററൊക്കെ ഫ്ലെക്സിൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണ്. സോ അതപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ മാത്രമേ ഇത് രണ്ടും വർക്കാവൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഞാനപ്പോൾ സെർച്ച് ബാറിന് ഫ്ലെക്സ് കൊടുത്തു, അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്തപ്പോൾ
ആ സെർച്ച് ബാർ എന്ന ഡിവിനകത്ത് ഉണ്ടായിരുന്ന 3 എലമെന്റ്സ് സെന്ററിൽ വന്നു. ഇനി നമുക്ക് ഇതിനെ സെന്ററിൽ കൊണ്ടുവരണം. അതിന് മുന്നേ ഒരു കാര്യം നോക്കാനുള്ള എന്താന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈ നടുക്കുള്ള ഇൻപുട്ടിന് ബോർഡർ ഇല്ല. ശ്രദ്ധിച്ചാ, നമുക്കിവിടെ ഒരു ബോർഡർ കിടപ്പുണ്ട്, അവർക്ക് അവിടെ ബോർഡർ ഇല്ല. നമുക്ക് ആദ്യം ബോർഡർ എടുത്ത് കളയണം. സോ അപ്പോൾ ഇൻപുട്ടിന് നമ്മൾ എന്താ, ഇൻപുട്ടിൻ്റെ ബോർഡറാണ് കളയേണ്ടത്. സെർച്ച് ബാറിൻ്റെ അല്ല, ഇൻപുട്ടിൻ്റെ ബോർഡറാണ്. സോ അപ്പോൾ ഞാൻ ഇൻപുട്ട് ബാറിൻ്റെ ക്ലാസ് നെയിം എടുത്തുകൊണ്ട് വന്നു, അത് റെഫർ ചെയ്തു. ബോർഡർ ബോർഡർ പോയില്ലേ? ഓക്കെ അല്ലേ? ഇൻപുട്ടിൻ്റെ ക്ലാസ് നെയിം എടുത്തുകൊണ്ട് വന്നു. ഇൻപുട്ടിൻ്റെ ആണ് സെർച്ച്, ആ ഡിവിൻ്റെ അല്ല, ഇൻപുട്ടിൻ്റെ ക്ലാസ് നെയിമിൻ്റെ ബോർഡർ നൺ കൊടുത്തു. എനിക്ക് മനസ്സിലാവാത്ത ഈ സെർച്ച് ബാർ എന്ന് കൊടുത്തത് എവിടെയാണെന്നുള്ളതാണ്. സെർച്ച് ബാർ എന്ന് കൊടുത്തത് ഈ 3 എണ്ണം ഉള്ള ബോക്സ്. ഓ, അങ്ങനെ ഒരു ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെ ഒരു ബോക്സ് ഞാൻ കൊടുക്കാൻ കാരണം, ആ ബോക്സിന് ഒരു ബോർഡർ ഉണ്ട്. ഈ വെളിയിലുള്ളൊരു ലൈറ്റ് ഗ്രേ കളർ കണ്ടോ? അതാ ഡിവിന്റെ ബോർഡർ ആണ്, സെർച്ചിന്റെ ബോർഡർ അല്ല. അപ്പൊ ഈ 3 എലമെന്റ്സ് ഉള്ള ഒരു ഫുൾ സാധനമാണ് സെർച്ച് ബാർ എന്ന് പറയുന്നത്. ആ 3 എലമെന്റ്സ് ഉള്ള ഒരു പെട്ടിയാണ് സെർച്ച് ബാർ. ആ പെട്ടിക്കാണ് ഈ ലൈറ്റ് ഗ്രേ ബോർഡർ ഉള്ളത്. ഞാനപ്പോ HTML ഒന്നും കാണിച്ചു തരാം. 3 എലമെന്റ് ഉള്ളൊരു പെട്ടിയാണ് സെർച്ച് ബാർ. സെർച്ച് ബാറിനകത്തുള്ള 3 എലമെന്റ്സ് ആണ് ഒരു ഇമേജ്, ഒരു നടുക്കുള്ള ഇൻപുട്ടും അങ്ങറ്റത്തെ മൈക്കും. ഓക്കെ അല്ലേ? ബാക്കി എല്ലാവരും ഇതുവരെ എത്തിയോ, അതോ ഞാൻ വെയിറ്റ് ചെയ്യണോ? അങ്ങനെയാണ്. ഓക്കെ, സീനില്ല. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇതിപ്പോ ഈ അടുത്തിടെ വന്ന സാധനമാണ്. ഈ നടുക്കിടക്കുന്നത് നമുക്ക് ചെയ്യണ്ട. ഞാൻ ഇത് ഇമേജ് ഇട്ടിട്ടില്ല. നമുക്കപ്പോ ഈ ബട്ടണും ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടാം. അല്ലല്ല, ഈ അടുത്തിടെ വന്നതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. പണ്ടൊന്നും ഇല്ലായിരുന്നു. കൊറോണ ആയിട്ട് റിലേറ്റഡ് ചെയ്ത് എന്തോ ആണ്. അവരുടെ വല്ല ക്യാമ്പയിനോ വല്ലതും ആയിരിക്കും. എന്താ അത്, ബി ഇന്റർനെറ്റ് ഓസം, അവരുടെ എന്തോ പുതിയ പരിപാടിയാ. ഒന്നും കൂടെ CSS നൽകും. നമുക്ക് അതൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. പറ. കൂട്ടണം, നമ്മള് കൂട്ടും. ഓക്കെ എടാ, ഇന്ന് പതുക്കെ തീർത്താൽ മതി. നിങ്ങൾ 10 മണിയായാലും നമുക്ക് 10 മണി ആവുന്നവരെ ഉള്ളത് പതുക്കെ പറഞ്ഞോ. നാളെ നമുക്ക് വേണമെങ്കിൽ ബാക്കി സമയമെടുത്ത് ചെയ്ത് ഹോസ്റ്റിങ്ങും കൂടെ നാളെ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 പാർട്ടായിട്ട് അല്ല. നമ്മൾ ഇനിയിപ്പോൾ ധൃതി പിടിച്ച് ഇന്ന് തന്നെ എനിക്ക് ഫുള്ള് തീർക്കണമെന്നില്ല. നമുക്ക് ഇന്നിപ്പോൾ 2 ബട്ടണും കൂടെ പറ്റുള്ളെങ്കിൽ സീനാക്കണ്ട. നമുക്ക് ബാക്കി നാളെ ചെയ്യാം. നാളെ ചെയ്ത് ഹോസ്റ്റിംഗ് കൂടെ നാളെ തീരും എന്തായാലും. നാളെ ഞായറാഴ്ച സീനൊന്നും ഇല്ലല്ലേ? ഓക്കെ. ഓക്കെ, ഇവിടെ HTML പേജ് അതെ കിടക്കും. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ സൈറ്റ് അല്ലല്ലോ, നമ്മുടെ സൈറ്റ് ഇവിടെ. മറ്റേ CSS പേജ് കാണിക്കും. ഓക്കെ അല്ലേ?
കഴിഞ്ഞോളാം. തുടങ്ങട്ടാടാ. ഓക്കെ അല്ലേ ഋഷിക്ക്? ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഋഷേഷ് പറഞ്ഞ പോലെ ഇതിന് മൊത്തത്തിലൊന്ന് സെൻറ്റർ ചെയ്യണം. അതിന് മുമ്പേ ഒരു കാര്യമുള്ളത് നോക്കാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിന് ബോർഡർ വരുന്നില്ല. അതേസമയം നമ്മുടേതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോർഡർ വരുന്നുണ്ട്. ഓൺ ഫോക്കസ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എലമെൻ്റ് മുകളിൽ കയറിയാൽ ആ എലമെൻറ്റ് ഓൺ ഫോക്കസ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ടാഗ് ഓൺ ഫോക്കസ് വരുമ്പോഴത്തേക്ക് ബോർഡർ വരുന്നുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടി കുറച്ച് കോഡുണ്ട്, എനിക്ക് കാണാൻ അറിഞ്ഞൂടാ. ഇൻപുട്ട് ടാഗ് ഓൺ ഫോക്കസ് ബോർഡർ ഉണ്ടാണ്. ഇൻപുട്ട് ടാഗ് ഓൺ ഫോക്കസിൽ വരുമ്പോൾ ബോർഡർ നന്നാക്കാനുള്ള കോഡ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അത് ആദ്യത്തെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്നാണ് നമ്മൾ മിക്കവാറുള്ള കോഡൊക്കെ കൊണ്ടുവരുന്നത്, കേട്ടിട്ടുണ്ടാവും. ഇവിടെ ആദ്യത്തേത് ക്വസ്റ്റ്യനാണ്, അത് വായിക്കാൻ നിൽക്കേണ്ട. താഴോട്ട് വരുമ്പോൾ ആൻസേഴ്സിനകത്ത് നമ്പർ ഇവിടെ ടിക്ക് മാർക്ക് ഉള്ളത് വെരിഫൈഡ് ആണ്. ഈ 2788 നമ്പർ ഓഫ് വേർഡ്സ് ആണ്. അത് എത്ര കൂടുന്നോ അത്രയും നല്ലത്. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ കോഡ് തന്നെ കോപ്പി ചെയ്യാം. ഞാനത് മീറ്റിൻ്റെ ചാറ്റിലും ഇടാം. ഇതപ്പോൾ കോപ്പി ചെയ്തു നമ്മുടെ CSSനകത്ത് കൊണ്ടിട്ടു. പോയോ? ഓക്കെ, ഇപ്പോൾ ഓൺ ഫോക്കസ് പോയില്ലേ? ഇവിടെ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇൻപുട്ട് ടാഗ് ഫോക്കസിൽ വരുമ്പോൾ ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ആ വെളിയിൽ വരുന്ന ബോർഡർ കൊടുത്ത സാധനം നന്നാക്കി കൊടുത്തു. ക്ലിയർ അല്ലേ? ഞാൻ കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോർഡർ വരുന്നില്ലേ? നമ്മുടെ ഗൂഗിൾ പേജിൽ അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. അതപ്പം മാറ്റാൻ വേണ്ടി ഇൻപുട്ട് ടാഗ് ഓൺ ഫോക്കസ് ബോർഡർ നണ്ണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കോഡാണ് കിട്ടിയത്. അതപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഇത് വിട്ടേരെ, അത് ടെക്സ്റ്റ് ഏരിയയും ഇൻപുട്ട് ടാഗ് പോലത്തെ ഒരു ടാഗാണ്. രണ്ട് ടാഗും ഫോക്കസിൽ വരുമ്പോൾ ഔട്ട്ലൈനാണ്. ഇവിടെ ഇപ്പോൾ ഈ ഫുൾ കോളിനിട്ട് ഉദ്ദേശിക്കുന്നത് ആ എലമെൻറ്റിനോടുള്ള ഇൻട്രാക്ഷനാണ്. ഞാനപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഡോട്ട് ഇൻപുട്ട് ബാർ ഉപയോഗിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഫുൾ കോൾ അടിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള ഇൻട്രാക്ഷൻസ് കാണിക്കും. ഞാനിപ്പോൾ അവിടെ അപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ മുകളിൽ കൂടെ കേഴ്സർ കൊണ്ടുവന്നൊരു ഇൻട്രാക്ഷൻ അല്ലേ? അപ്പോൾ ഹോവർ കണ്ടോ? അപ്ലൈസ് വലുത് യൂസർ ഡെസിഗ്നേഷൻ്റെ വയലിൽ അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അതിന് എന്തെങ്കിലും സംഭവിക്കണോ? അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് സ്പെസിഫൈ. നമുക്ക് അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്, വിട്ടേരെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ ഇതുവരെ? പറഞ്ഞോ, കേൾക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരുന്ന ബോർഡർ പോയി. നമ്മൾ ആ ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോർഡർ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, അതിപ്പോൾ പോയി. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇതിനെ സെൻറ്റർ ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ എന്തിനെ സെൻറ്റർ ചെയ്യേണ്ട? സെർച്ച് ബാറിനാണ്. ഈ 3 എണ്ണത്തിനെ സെൻറ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഡിവ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ബ്ലോക്കൊന്നും ഓൾറെഡി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ നമുക്ക് മാർജിൻ ഓട്ടോ കൊടുത്താൽ മാർജിൻ ഓട്ടോ കൊടുത്താൽ ആവേണ്ടതാണ്, പക്ഷെ ആയില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ബാക്കിയുള്ള ബ്ലോക്ക് ലെവൽ എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഗൂഗിളിൻ്റെ IMG ടാഗ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഇമേജിൻ്റെ സൈസും ഹൈറ്റും വിട്ട് മാത്രമല്ലേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുന്നത്, ഇമേജ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണെന്ന് വെച്ച് കൺസിഡർ ചെയ്യുക. ഇൻലൈൻ ആണ്, നമ്മൾ ഓവർ റൈഡ് ചെയ്ത് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആക്കി. അതുകൊണ്ട് പക്ഷേ ആണെങ്കിൽ പോലും അതിൻ്റെ ഈ ഒരു ഹൈറ്റും ആ ഒരു വിട്ടും മാത്രമല്ലേ അത് എടുക്കത്തുള്ളൂ. അതേസമയം ഡിവ് അങ്ങനെയല്ല. ഈ സെർച്ച് ബാർ ഒരു ഡിവ് അല്ലേ? ഡിവ് അതിന് പറ്റുന്ന മാക്സിമം വിട്ട് എടുക്കും. ഞാനതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്താൽ അത് ഫുള്ളിൽ വന്നു. അതുകൊണ്ട് സെൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഞാനപ്പോൾ അതിൻ്റെ വിട്ട് ഒരു എത്ര കൊടുക്കാം? വിട്ട് ഒരു 40 VW കൊടുത്താൽ കണ്ടില്ലേ? നമുക്കപ്പോൾ 40 ആവശ്യമില്ല. ഉണ്ട്, നോക്കട്ടെ, കൊടുത്ത് നോക്കട്ടെ, വരും. പക്ഷെ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് വേറൊരു സാധനത്തിന് ആവശ്യമുണ്ടടാ. ഞാനത് പറഞ്ഞുതരാം. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ആ വഴി ആലോചിച്ചതാണ്. പക്ഷെ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് ആ ടാഗിന് ആവശ്യം വരുന്നുണ്ട്.
ഒരു CSS ഇതിനകത്ത് തന്നെ 2 ജസ്റ്റിഫൈ സെൻറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം അതപ്പോൾ ഞാൻ യൂസ് വന്ന എവിടെയെന്ന് വെച്ചാൽ ജസ്റ്റിഫൈ നമുക്ക് സെൻറ്റർ കൊടുക്കണതിന് പകരം ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൗണ്ട് കൊടുക്കല്ല, സ്പേസ് ബിറ്റ്വീൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, അപ്പം നമ്മൾ സെൻറ്റർ അത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ വേറെ ടാഗ് പിന്നെ ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമ്മളപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് സെൻറ്റർ ആവാത്ത കാരണം എന്ന് പറയുന്നത് ഡിവ് മൊത്തം വിഡ്ത്ത് എടുക്കും. സോ അതിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 40% ആയിട്ട് കൊടുത്തു. പക്ഷേ ഇപ്പം നോക്കിയാൽ അറിയാം നമ്മുടെ ഈ എലമെൻറ്റ്സ് അതിനകത്തുള്ള 3 എലമെൻറ്റ് ഒരു സൈഡിലോട്ടാണ് കയറി നിൽക്കുന്നത്. അതിനപ്പം നമുക്ക് ഇവർ ചെയ്ത പോലെ ഇതിനകത്ത് ആ 40 VH മാക്സിമം സ്പേസിങ്ങിൽ നിർത്തണം. മനസ്സിലായില്ലേ? അതിനപ്പോൾ ഞാനപ്പോൾ ഒരു ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ ആ 40 VH കൂടിപ്പോകും അല്ല, VW കൂടിപ്പോകും. നമുക്കൊരു 30 കൊടുക്കാം, അല്ല 35 ഇടാം. ആ ഒരു 35 VWനകത്ത് മാക്സിമം സ്പേസ് ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻപുട്ട് ടാഗ് ഇതുവരെ വരണ്ടേ? അതിനപ്പോൾ ഇൻപുട്ട് ടാഗിൻ്റെ വിട്ട് കൂട്ടണം. പെട്ടിയുടെ മൊത്തം വിട്ട് 35 വെക്കുക. ഇൻപുട്ട് ബാറിൻ്റെത് അപ്പം നമുക്ക് വിട്ട് എത്ര കൊടുക്കാം? 30 കൊടുക്കാം, അല്ലെങ്കിൽ 33 കൊടുക്കാം. 33 വേണ്ട, 32 മതി. ഓക്കെ അല്ലേ? ഇപ്പം സെറ്റ് അല്ലേ? അല്ലല്ല, അത് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി നമ്മുടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. മാറ്റിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അപ്പോൾ നമ്മുടെ സെർച്ച് ബാറിനൊരു ബോർഡർ കൊടുക്കണം. അതിനപ്പോൾ ബോർഡർ അല്ലല്ല, ബോർഡർ കളറ്, ബോർഡർ സൈസ്, ഇതൊക്കെ എല്ലാം ഡിഫറെൻ്റ് എടുത്ത് പറയുന്നതിന് വരെ നമുക്ക് ബോർഡർ എന്നുള്ള ഒറ്റ പ്രോപ്പർട്ടിക്കകത്ത് എടുത്ത് പറയാം. ഞാനിവിടെ ഇപ്പം മാർജിൻ ടോപ്പ് 15 പിക്സൽ, മാർജിൻ ബോട്ടം 15 പിക്സൽ, മാർജിൻ ലെഫ്റ്റ് 15, റൈറ്റ് 15 എന്ന് പറയുന്നതിന് വരെ മാർജിൻ 15 എന്ന് പറഞ്ഞാൽ മൊത്തം എടുക്കത്തില്ലേ? അതുപോലെ ബോർഡറിൻ്റെ ഓരോ പ്രോപ്പർട്ടി പറയുന്നതിന് വരെ എനിക്ക് മൊത്തം ഒറ്റ ഇതിനകത്ത് പറയാം. 1 പിക്സൽ എന്ന് പറയുന്നത് ബോർഡറിൻ്റെ വിഡ്ത്ത്, സോളിഡ് എന്ന് പറയുന്നത് ബോർഡറിൻ്റെ സ്റ്റൈല്, ഈ ഡാഷ്ഡ് എന്നൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ കളർ നമുക്ക് ഒരു ലൈറ്റ് ഗ്രേ ഇത് കൊടുക്കാം. ഇപ്പം തൽക്കാലം ഏതെങ്കിലും ഒരു ഹെക്സ് കോഡ് കൊടുത്തിട്ട് ഇതുവരെ എത്തിയാ. സോളിഡ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റൈലുണ്ട്. ഈ ബോർഡറിന് ഡാഷ് സ്പേസ് ഇട്ട് വയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചു തരാം. ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ടഡ് ആയിട്ട് വന്നു കണ്ടില്ലേ? നമുക്ക് അതിൻ്റെ ആവശ്യം, നമുക്കിപ്പോൾ സോളിഡ് ആണ് വേണ്ടത്. സോളിഡ്. പിന്നെ അത് ബോർഡറിൻ്റെ കളർ ഹെക്സ് കോഡിനാണ് കൊടുത്തത്. ഏതെങ്കിലും കളർ തൽക്കാലം കൊടുത്തു, അല്ലെങ്കിൽ ഇത് തന്നെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത്ര ഡാർക്ക് വേണ്ട, അതിൻ്റെ മുകളിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ ആ പാലറ്റ് പോലത്തെ സാധനം പൊങ്ങി വരും. അതിനകത്തപ്പോൾ കളർ കുറയ്ക്കാം. ബോർഡർ അല്ല, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. മാർജിൻ ടോപ്പ് 15, മാർജിൻ ബോട്ടം 15, ലെഫ്റ്റ് 15, റൈറ്റ് 15 എന്ന് പറയാമല്ലോ. അതുപോലെ തന്നെ ബോർഡറിനകത്ത് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്, റേഡിയസ്, ബോട്ടം, ടോപ്പ്, കളർ. അത് മൊത്തം എടുത്ത് പറയുന്നതിന് വരെ ഇങ്ങനെ പറയാം. ആദ്യത്തത് വിട്ട്, രണ്ടാമത്തത് ടൈപ്പ്, മൂന്നാമത്തത് കളർ. കളർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. തൽക്കാലം ഏതെങ്കിലും കളർ വെച്ചോ, തൽക്കാലം 404040 വെച്ചോ. എന്നിട്ട് ഇതിപ്പോ ഡാർക്കായി പോയില്ലേ? ഇതിപ്പോ ഡാർക്കായി പോയില്ലേ ശകലം? അതപ്പോ ലൈറ്റ് ആക്കാൻ വേണ്ടി അതിന്റെ മുകളിലോട്ട് കഴ്സർ കൊണ്ടുവന്നാൽ സാധനം പൊങ്ങി വരും, ഈ കളർ പാലറ്റ്. ബോർഡർ ഇതിപ്പോ 10 കൊടുത്താൽ അങ്ങനെ ഇരിക്കും. ഓക്കെ അല്ലേ? ഉണ്ട്. അതിപ്പോ ഞാൻ ജസ്റ്റ് ഇതല്ലേ കുറച്ചും കൂടെ കൺവീനിയന്റ്, വെറുതെ കോഡിന്റെ ലൈൻ കൂട്ടണം. ഇതിപ്പോ നമുക്ക് കളർ കുറച്ചുകൂടെ ചെറുതാക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് ഞാനിപ്പോ കാണിച്ചു തരാം. സെർച്ച് ബാറിനാണ് ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്തത്. അപ്പോൾ ആ സെർച്ച് ബാറിനകത്തുള്ള 3 കണ്ടന്റിനെ അത് ജസ്റ്റിഫൈ ചെയ്യും. എങ്ങനെ? സ്പേസ് ബിറ്റ്വീൻ. 3 കണ്ടന്റ് എന്ന് പറയുമ്പോൾ 1 ഈ ഇമേജ്, 2 ഈ ഇൻപുട്ട് ടാഗ്, 3 ഈ ഇമേജ്. ഈ 3നെയും മാക്സിമം സ്പേസ് ഇട്ട് നിർത്തും. പക്ഷേ ഇവിടെ മാക്സിമം സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്?
വിഡ്ത്ത് 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മാക്സിമം സ്പേസ് ഇട്ട് നിർത്തും. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നിൻ്റെ ഇടയ്ക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്കപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരും. ഈ ഫോക്കസ് മാറ്റേണ്ടി വരും തൽക്കാലത്തേക്ക്. ഇവിടെ ഇപ്പോൾ നമ്മുടെ 3 എലമെൻ്റ് ആണ് ആ സെർച്ച് ബാറിനകത്തുള്ളത്. ഒന്ന് ആ ഇമേജ്, 2 ബാറ്, മൂന്നാമതൊരു ഇമേജ്. ഇത് ക്ലിയർ അല്ലേ? നമുക്കപ്പോൾ ആ ഒരു ഡിവ് എന്ന് പറയുന്ന സെർച്ച് ബാർ എന്ന് വെച്ചാൽ ഡിവ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ സൈഡിൽ ലൈറ്റായിട്ടൊരു വര കണ്ട ഇവിടെ ഈ നമ്മുടെ സെർച്ച് ബാറിൻ്റെ ചുറ്റും ആ ഡിവിനകത്ത്, അതൊരു ഡിവാണ്, 35 VW ഉള്ള ഒരു ഡിവാണ്. ആ ഡിവിനകത്ത് മാക്സിമം സ്പേസ് ഇട്ട് നിർത്താനാണ് ജസ്റ്റിഫൈ സെൻറ്റർ ഉപയോഗിച്ചത്. സോ അപ്പോൾ ഞാനപ്പോൾ കൂട്ടാൻ കാരണം എന്ന് പറയുന്നത് ഇൻപുട്ട് ബാറിൻ്റെ ഇപ്പോൾ ഒരു 10 VW ആണെങ്കിൽ ഇപ്പം മാക്സിമം സ്പേസ് ഇട്ടാണ് 3 നിൽക്കുന്നതല്ലേ. പക്ഷേ നമ്മുടെ ഗൂഗിളിൻ്റെ ഇത് നോക്കിയാൽ ഈ സെർച്ച് ബാറിൻ്റെ തൊട്ടടുത്തല്ലേ ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇവിടെ അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതപ്പോൾ അങ്ങ് അറ്റത്തോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനപ്പോൾ അവിടെ വിഡ്ത്ത് കൂട്ടിയത്. 32 വരുമ്പോൾ അങ്ങ് എത്തും. ഓക്കെ അല്ലേ? ഇതാണോ? ഓക്കെ, ഞാനപ്പോൾ ഈ കമൻറ്റ് ചെയ്തത് മാറ്റാം. ഓക്കെ, നമുക്കപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിനോട് മുട്ടിയാണ് നിൽക്കുന്നത്. ആ സെർച്ച് ബാറിൻ്റെ പെട്ടിയിൽ തട്ടിയാണ് നിൽക്കുന്നത്. നമുക്കത് തട്ടണ്ട. ഇതിലപ്പോൾ തട്ടുന്നില്ലല്ലോ. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പാഡിങ് കൊടുക്കാൻ പറ്റും. പാഡിങ് കൊടുത്തിട്ട് ഞാൻ എന്താണെന്ന് പറ്റിയെന്ന് പറഞ്ഞുതരാം. പാഡിങ് ഒരു എത്ര കൊടുക്കാം? 10 വേണ്ട, ഒരു 5 പിക്സലിലുണ്ട 5 ഒരു അല്ലാണ്ട് 10 പിക്സലിൽ ഇരിക്കട്ടെ. പാഡിങ് കൊടുക്കുമ്പോൾ ആ പെട്ടിയുടെ സൈഡ്സിൽ നിന്നും അതിനകത്തുള്ള എലമെൻസിനെ 10 പിക്സൽ മാറ്റി നിർത്തും. മനസ്സിലായോ? ആ ഡിവിൻ്റെ സൈഡുകളിൽ നിന്നും നേരത്തെ തട്ടി നിന്നതിൻ്റെ ഇടയിൽ 10 പിക്സൽ ഗ്യാപ്പ് ഇടും. 10 കൂട്ടാൻ വേണമെങ്കിൽ ഒരു 15 ആക്കി, അല്ലെങ്കിൽ വേണ്ട 15 വേണ്ട, 12 മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ അതിന് ഇന്നലെ ചെയ്ത പോലെ ബോർഡർ റേഡിയസ് ബോർഡർ റേഡിയസ് 10 പിക്സൽ കുറച്ചുകൂടെ കൂട്ടാം. 20 കൊടുത്താൽ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. സൈസ് കുറച്ച് വലുതായിപ്പോയി അല്ലേ? സൈസ് ശകലം ഒന്ന് ചെറുതാക്കാം. ഇവിടെ വിഡ്ത്ത് 30 കൊടുക്കാം. ഇൻപുട്ടിൻ്റെ സൈസും അപ്പോൾ അതനുസരിച്ചൊന്ന് കുറയ്ക്കാം. അത് കുറയ്ക്കാടാ, ഒരു മിനിറ്റ്. അതിന്റെ മുകളിലോട്ട് വൈറ്റ് ആക്കിയാൽ കാണാൻ പറ്റൂല. ഇപ്പൊ പെർഫെക്റ്റ്. അതപ്പോ ജസ്റ്റ് ഓക്കെ, സെറ്റ് അല്ലേ? ആ കളറിന്റെ മുകളിൽ മൗസ് ഹോവർ ചെയ്യുമ്പോഴത്തേക്ക് സൈഡിൽ പാലറ്റ് വരും. അതിലപ്പോ ആ ഒരു സർക്കുലർ സാധനം പിടിച്ചു വലിച്ചാൽ ഓക്കെ. നമ്മളപ്പോ ഇൻപുട്ട് ടാഗ് എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്കപ്പോ ഇതൊന്നും ഇവിടെ വെച്ച് നിർത്തിയാലോ? 10 ആവാറായി. ഓക്കെ അല്ലേ? ഇനിയിപ്പോ നമുക്ക് നാളത്തേക്കുള്ളത് 2 ബട്ടൺ, ഇവിടെ ഒരു പി ടാഗ്, പിന്നെ ഇവിടെ എന്താ പറയുന്ന ഒരു ഡിബ്. ഓക്കെ അല്ലേ? കൺട്രോൾ എസ് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കുലർ ഡോട്ട് വരത്തില്ല. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ വരത്തുള്ളൂ. അതില്ലെങ്കിൽ സേവ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ ഇവിടുത്തെ പാഡിങ് എടുത്ത് കളഞ്ഞെന്ന് വിചാരിച്ചോ. പാഡിങ് എടുത്ത് കളഞ്ഞാൽ അതിപ്പോ അവിടെ തട്ടിയല്ലേ നിൽക്കുന്നത്. ആ പെട്ടിയുടെ സൈഡിൽ തട്ടിയല്ലേ നിൽക്കുക. പെട്ടിയെന്ന് ഉദ്ദേശിച്ചത് ഞാൻ കളർ കുറച്ച് കൂട്ടാം. സെർച്ച് ബാറാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിവ്. സെർച്ച് ബാറിന്റെ മാർജിനല്ല, സൈഡുകളിൽ തട്ടിയല്ലേ നിൽക്കുന്നത്. കണ്ട അതപ്പോൾ ഞാൻ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ പാഡിങ് എത്രയാണോ കൊടുത്തത് അത്ര പിക്സൽ മാറ്റി നിർത്തും അതിനകത്തുള്ള എലമെന്റിനെ. കണ്ടോ? ഇവിടെ ഇപ്പൊ നേരത്തെ തട്ടി നിന്നതിനെ 10 പിക്സൽ മാറ്റിയാണ് ഇപ്പൊ നിർത്തിയേക്കുന്നത്. ഞാനതൊരു ഇപ്പോൾ ഒരു 20 ആക്കിയ പാഡിങ് ടോപ്പ് 20, ലെഫ്റ്റ് 20, ബോട്ടം 20, റൈറ്റ് 20. ഓക്കെ അല്ലേ? 20 വേണ്ട, 10 മതി.
ഓക്കെ, ഇന്നത്തെ സെഷൻ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. നാളെ അപ്പോൾ ഞാൻ ചെയ്യാൻ പ്ലാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി ഒരു 45 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് നിങ്ങൾക്കൊരു ഗിറ്റബ് അക്കൗണ്ടും തുടങ്ങി ഞാൻ ആദ്യം ഒരു ലിങ്ക് ഇട്ടില്ലേ, അതുപോലെ ഒരു ലിങ്ക് നിങ്ങൾ ഇടാൻ പറ്റുന്ന രീതിയിലാക്കി നാളെ നിർത്തും. മറ്റന്നാൾ ഞാനൊരു പേഴ്സണൽ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണ്ടേ, അത് ജസ്റ്റ് CSS എഴുതാതെ എങ്ങനെ ചെയ്യാം, CSS എഴുതാതെ എളുപ്പവഴിയായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് CSS എഴുതാതെ എൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജസ്റ്റ് വേർഡ്സ് വെച്ച് നമുക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവർ തന്നെ ഈ നാവ് ബാറും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കോഡ് തരും. നമ്മൾ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ അവരുടെ പീറ്റാഗിനകത്ത് അവരുടെ പേരാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ജിഷ്ണു എന്നാക്കിയാൽ മതി. എവിടെ എന്താണ് മാറ്റേണ്ടതെന്ന് ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതപ്പോൾ സൺഡേ നമ്മൾ അത് സെറ്റ് ചെയ്ത് കാണിക്കുന്നു, ബാക്കി നിങ്ങൾ ചെയ്തോണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ പാർട്ട് 2 നാളെ 8:30. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.